ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂന അല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുക്കുമുല്ലാഹ്. 5-6 മാസമായി, എന്നാലും നമ്മൾ പൂർത്തിയാക്കുക. അള്ളാഹുവിൻ്റെ ഹളറത്തേക്ക് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മറണ്ടോ? അതിനൊരു വാതിലുണ്ട്. വാതിൽക്കൽ ഒരാൾ അടങ്ങി നിൽക്കുക, അതാണ് മുഹമ്മദ് നബി. ഈ വരുന്ന ആളുകൾ ഈ ആളടുത്ത് വരണം. ഹളറത്തുൽ, ഇതാണ് അൽ ഹളറത്തുൽ ഖുദ്സിയ്യ. പരിശുദ്ധ സന്നിധാനം എന്ന് പറയും. ഈ അൺലിമിറ്റഡായ ദുനിയാവ് ലോകാണ് അൽ ഹളറത്തുൽ ഖുദ്സിയ്യ, പരിശുദ്ധ സന്നിധാനം. ഈ ആളുകളെല്ലാം ഇവിടെ 725 കോടി ജനങ്ങളുണ്ട്. 725 CR ജനങ്ങളുണ്ട് ഇവിടെ. ഏഷ്യൻ, ആഫ്രിക്കൻ, യൂറോപ്പ് വൻകരയിലായിട്ട് ഏകദേശം 725 കോടി ജനങ്ങളുണ്ട്. ഇവർക്കെല്ലാം അവരുടെ സ്രഷ്ടാവിൻ്റെ അടുത്തേക്ക് പോകണം. അതാണ് അൽ ഹളറത്തുൽ ഖുദ്സിയ്യ, പരിശുദ്ധ സന്നിധാനം. മനസ്സിലായില്ലേ? അവിടെ ഒരാൾ അഡമൻ്റായി നിൽക്കുകയാണ്. ആര്? മുത്തറസുള്ള അൽ ഹിജാബു, അൽ ഹിജാബുൽ മുഖദ്ദസ്, പരിശുദ്ധമായ മറയാണ് മുഹമ്മദ്. ഇതിലൊന്നും കടക്കാൻ കഴിയില്ല. എവിടെ കടക്കാൻ കഴിയുള്ളൂ? ആര്? ഗേറ്റ് കീപ്പറാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ആളടുത്ത് ചെന്നാൽ പോരാ, ഈ ആള് അയാളെ കൊണ്ട് പോവും ഹളറത്തുൽ ഖുദ്സിയ്യയിലേക്ക്. ഈ ആളടുത്ത് ചെല്ലുന്നതിനാണ് ഇസ്ലാം എന്ന് പറയാം. ആ ആള് തുടർന്ന് പോകുന്നതിനാണ് ഇത്തിബാ എന്ന് പറയാം. അപ്പോൾ അവൻ എന്താവും? വസല ഇലൽ ഹളറത്തുൽ ഖുദ്സിയ്യ, പരിശുദ്ധ സന്നിധാനത്തിലേക്ക് എത്തിച്ചേരും. നമുക്ക് പറഞ്ഞത് മനസ്സിലായില്ല? ഗേറ്റ് കീപ്പർ അവിടെ നിൽക്കുന്നുണ്ട്. ആദ്യം എന്ത് ചെയ്യണം? ഗേറ്റ് കീപ്പർ അടുത്ത് ചെല്ലണം. ഗേറ്റ് കീപ്പർ അടുത്ത് ചെന്നിട്ട് എനിക്ക് ഉള്ളിൽ കിടക്കാൻ താല്പര്യമുണ്ടെന്ന് പറയുന്നതിനാണ് എന്ത് പറയാ? ഇസ്ലാം എന്ന് പറയാം. അതന്നെ കറക്റ്റ്. പറഞ്ഞ വാക്കാണ് കറക്റ്റ്. ഗേറ്റ് കീപ്പർ അടുത്ത് ചെന്നിട്ട് എനിക്ക് ഉള്ളിൽ കിടക്കണമെന്ന് താല്പര്യമുണ്ട് എന്നറിയിക്കലാണ് എന്ത്? ഇസ്ലാം. അപ്പോൾ ആ ആളെന്ത് പറയും? ആയിക്കോട്ടെ, ഇതിൻ്റെ കൂടെ പോരെന്നറിയും. എന്നിട്ട് അയാളെയും കൂട്ടി ഗേറ്റ് കീപ്പർ നേരെ പോവും. എവിടേക്ക്? ഹളറത്തുൽ ഖുദ്സിയ്യയിലേക്ക്. അപ്പം ഈ ഗേറ്റ് കീപ്പർ പോകുന്നതിൻ്റെ പിന്നാലെ പോകണം. അതിനാണ് എന്ത് പറയാ? ഇത്തിബാ. അപ്പോൾ യസ്ലു ഇലൽ ഖുദ്സിൽ, ഹളറത്തുൽ ഖുദ്സിയ്യ, പരിശുദ്ധ സന്നിധാനത്തിലേക്ക് എത്തിച്ചേരും. ഗേറ്റ് കീപ്പർ പോയി, ഇത് അവിടെ തന്നെ നിന്നു. അത് ബാഹ്യമായ ഇസ്ലാമാണ്. ചെന്നില്ല, അത് കുഫറാണ്. ഗേറ്റ് കീപ്പർ അടുത്ത് പോയിട്ടില്ലെങ്കിൽ കുഫറാണ്. ഗേറ്റ് കീപ്പർ അടുത്ത് ചെന്നു, പക്ഷെ അനുധാവനം ചെയ്തില്ല, അത് ഫിസ്കാണ്. തമ്മാടിത്തരം, ഫിസ്ക്, തോന്യാസം. ലാ യസ്ലു ഇലൽ ഹളറത്തുൽ ഖുദ്സിയ്യ, പരിശുദ്ധ സന്നിധാനത്തിലേക്ക് എത്തിച്ചേരാനല്ല. ഇതന്നെ വിഷയം.
ഇത് വേറൊരു ഗേറ്റ് കീപ്പർ ഇല്ല, ഇതിലൊന്നും നുഴഞ്ഞു കിടക്കാൻ ഇവിടെ പറ്റൂല. ഹളറത്തുൽ ഖുദ്സിയ മഹജൂബാണ്. പരിശുദ്ധ സത്യദാനം മൊത്തം സൃഷ്ടികളെ തൊട്ട് മറക്കപ്പെട്ടതാണ്. എന്നാൽ അതിലേക്ക് ഒരു ഗേറ്റ് ഉണ്ട്, അതിനൊരു ഗേറ്റ് കീപ്പറുണ്ട്. ആ ഗേറ്റാണ് ഇസ്ലാം. അതിന് ഗേറ്റ് കീപ്പറായിട്ട് പോയി അംഗീകാരം വാങ്ങണം, അതാണ് ഇസ്ലാം. മനസ്സിലായില്ലേ പറഞ്ഞത്? എന്നപ്പോ പറയും ആയിക്കോട്ടെ, ആത്മാർത്ഥമാണോ? അതെ, എന്നാ എന്റെ പിന്നാലെ പോരുന്നത്. അപ്പൊ ആ ഗേറ്റ് കീപ്പറെ കൂടെ പോയി കൊടുക്കണം. അതിനാണ് എന്ത് പറയാ? ഇത്തിബാ, പിമ്പറ്റി. അതാണ് ഖുൽ ഇൻ കുൻതും ഫത്തബിഊനി. ഇവിടെ ഒരു വാതിൽ വെച്ച്, അവിടെ ഒരു വാതിൽ വെച്ച്, ഇപ്പൊ ഇതാ യത്തീംഖാന, യത്തീംഖാന്റെ ഒരു ഗേറ്റ് കീപ്പർ ഉണ്ടെന്ന് സങ്കല്പിച്ചോ. എനിക്ക് പിന്നെ മാനേജറെ അടുത്ത് പോകണം എന്ന് പറഞ്ഞു. എനിക്ക് യത്തീംഖാനയിൽ എൻ്റെ ഓഫീസിൽ പോകണം, മാനേജറെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു. അപ്പൊ ആ ഗേറ്റ് കീപ്പറോട് പറഞ്ഞാൽ എനിക്ക് ഉള്ളിൽ കിടക്കാൻ ആഗ്രഹമുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലായില്ലേ? അപ്പോൾ ഗേറ്റ് കീപ്പർ തന്നെ നോക്കുമ്പോൾ കുഴപ്പമില്ല. അപ്പൊ എന്ത് പറയും? എന്നാണ് പോരെന്ന് അറിയും. അയാൾ നേരെ വടക്കോട്ട് നടന്നു, ഇജ് നേരെ തെക്കോട്ട് നടന്നാലോ? എങ്ങനെ ഇജ് മാനേജർ അടുത്തെത്തുക? മുക്കം അങ്ങാടിയില് 10,000 ആളുണ്ടെങ്കിൽ 10 ആൾക്ക് മാത്രമേ യത്തീംഖാനി പോണെന്ന് പൂതിയുള്ളൂ. അതിൽ 10 ആള് യത്തീംഖാനിൽ വന്നാൽ 9 ആൾക്കും എന്തേ ഉദ്ദേശമുള്ളൂ? യത്തീംഖാന്റെ അവിടെ പോയി എന്നാണ് ഞാൻ യത്തീംഖാന്റെ മഹാനാണെന്ന് പറഞ്ഞ് നടക്കലേ ഉദ്ദേശമുള്ളൂ. അതിൽ ഒരാൾ മാത്രമേ എന്തിനു തയ്യാറാവുള്ളൂ? ഇത്തിബാഹിന്, മാനേജറെ കാണാൻ. മാനേജറെ കാണും ചെയ്യും. ഇനി ഇതിലും വലിയൊരു മിസാൽ നിങ്ങൾക്ക് പറഞ്ഞാൽ എനിക്കറിയില്ല. നിങ്ങൾക്ക് പറയണ മനസ്സിലായില്ലേ? ഒരു കൂട്ടുകാർ എന്ത് ചെയ്യും? ഗേറ്റിന്റെ അവിടെ ചെന്നാണ് ഞാൻ യത്തീംഖാന എൻ്റെ ആളാന്ന് പറഞ്ഞാണ് പോരും. നമ്മളൊക്കെ തന്നെ ഇസ്ലാമിന്റെ വാതിൽക്കൽ ചെല്ലും, നബിയെ പിൻപറ്റാൻ തയ്യാറാവൂല. നബി പറയുന്നിടത്ത് നിനക്ക് ഇസ്ലാം ആകണോ, നിനക്ക് അള്ളാഹിനെ കാണണോ? കാണണം. ഫമൻകാന യർജു ലിഖാ റബ്ബിഹി ഫൽയഅമൽ അമലൻ സ്വാലിഹാ. നിനക്ക് റബ്ബിനെ കാണണോ? കാണണം, എന്നാണ് പോര്. ഇവൻ ആരെ പ്രേമിക്കണത്? അള്ളാനെ. ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾക്ക് അള്ളാനെ കാണുന്ന ഇഷ്ടമുണ്ടോ? എന്നാ എന്റെ പിന്നാലെ പോര്. എന്തിനു വന്നതാ? അള്ളാനെ കാണാൻ വന്നതാ, എന്നാ എന്റെ പിന്നാലെ പോര്. അതിലില്ല. നബി വടക്കോട്ട് പോയപ്പോ ഈ തെക്കോട്ട് പോയി, പിന്നെ എങ്ങനെ അള്ളാന്റെ അടുത്തെത്തുക? ഇതാണ് ഈ ആയത്തിന്റെ ഒരു വ്യാഖ്യാനം. ഈ ആയത്തിന്റെ വ്യാഖ്യാനം ഈ കാണിച്ചത്. അള്ളാഹുവിന്റെ പരിശുദ്ധ സന്നിധാനം മനുഷ്യ സമൂഹത്തെ തൊട്ട് മറക്കപ്പെട്ട് കിടക്കാണ്. അതിനൊരു ഗേറ്റ് ഉണ്ട്, മനസ്സിലായില്ലേ? ആ ഗേറ്റാണ് ഇസ്ലാം. ഗേറ്റ് കീപ്പർ ഉണ്ട്, അതാണ് മുഹമ്മദ്. ഇവിടെ 725 കോടി ജനങ്ങളുണ്ട്. ഇവർക്ക് അള്ളാന്റെ പരിശുദ്ധ സന്നിധാനത്തിൽ എത്തണമെങ്കിൽ ഇസ്ലാം എന്ന ഗേറ്റിനെ സമീപിക്കണം. ഗേറ്റിനെ സമീപിച്ചാൽ പോരാ, ഗേറ്റ് കീപ്പർ ഇവനെയും കൊണ്ടാണ് പോവും. അപ്പൊ ഗേറ്റ് കീപ്പറെ പിന്നാലെ നടന്നു കൊടുക്കണം. അയാൾ ചെയ്തത് ചെയ്യണം, അയാൾ പറഞ്ഞ പറയണം. അതിനാണ് ഇത്തിബാ എന്ന് പറയാ. ഗേറ്റിന്റെ അടുക്കൽ ചെല്ലൽ ഇസ്ലാം മതിയാവൂല. ഗേറ്റിന്റെ അടുത്ത് എന്നാ പോരാ, ഗേറ്റ് കീപ്പറുടെ പിന്നാലെ നടന്നിട്ട് മാനേജർ ഓഫീസ് വരെ പോണം. അതിനെ എന്ത് പറയാ? എന്ത് പറയാ? ഇത്തിബാ. അപ്പൊ എന്താവും? അവിടേക്ക് എത്തും. അതിൽ 725 കോടിയിൽ 724 കോടിയും ഗേറ്റിന്റെ അടുക്ക് തന്നെ പോവില്ല. 1 കോടി പോവും, പക്ഷെ അവർ എവിടുന്ന് മടങ്ങും? ഗേറ്റിന്റെ അവിടുന്ന് മടങ്ങും. ഗേറ്റ് കീപ്പറെ പിന്നാലെ നടക്കൂല. അതിൽ ഗേറ്റ് കീപ്പറെ പിന്നാലെ നടക്കാൻ ഈ 725 കോടിയിൽ ഒരു 10 or 15 ലക്ഷം ഉണ്ടെങ്കിൽ ഉണ്ടാവും. അതാണ് ഖലീലമ്മ. ഇന്നത്തെ ക്ലാസ്സിൽ പറയാവുന്ന തരത്തിൽ പറഞ്ഞു കഴിഞ്ഞു. ഇനി ബാക്കി ക്ലാസ്സൊക്കെ വെറുതെ ആണ്. തന്നെ ക്ലാസ്, ഇനി ക്ലാസ് ഇല്ല. ക്ലാസ് കഴിഞ്ഞു. 3 മാസമായി ഇത് പറയുന്നത്. ഇത് 30 മാസം കഴിഞ്ഞാലും തീരൂല. നിങ്ങൾ ചിന്തിക്ക്, അള്ളാന്റെ കെലിമത്തിന്റെ ഉള്ളിലുള്ള ആശയങ്ങൾ ഭയങ്കരമാണ് പറഞ്ഞേ. മനസ്സിലാവുണ്ടോ പറഞ്ഞേ? അത് ചിന്തിക്കണം. നമുക്ക് എന്താണ് ഇസ്ലാം എന്നറിയില്ല. എന്താണ് അള്ളാഹുവിൽ? ഇസ്ലാം ആയതുകൊണ്ട് അള്ളാഹുവിൽ എത്തിച്ചേരൂല. ഇസ്ലാം ആയതുകൊണ്ട് അള്ളാഹുവിൽ എത്തിച്ചേരില്ല. അള്ളാഹുവിൽ എത്തിച്ചേരണമെങ്കിൽ നബിയുടെ പിന്നാലെ പോണം. ഖൗലൻ
ഫിഅലൻ വതഖരീറൻ. നബി പറഞ്ഞേ പറയണം, നബി ചെയ്തണം, നബി അംഗീകരിക്കണം. അതിനാണ് എന്ത് പറയാ? ഇത്തിബാ. പറയാ കുട്ടിയെ, എന്ത് പറയാ? ഇത്തിബാ. എന്നാ അള്ളാഹു നമ്മൾ ഇഷ്ടപ്പെടും. അത് നമ്മൾ പിന്നാലെ ചെന്നാൽ അള്ളാഹിന്റെ ഹദ്റത്തുൽ ഖുദ്സിയത്തിലേക്ക് എത്തി. ഓ അൽഹംദുലില്ലാ. അതാണ് പരിശുദ്ധ സന്നിധാനം. ഇതൊക്കെ എന്തിന്റെ ആശയങ്ങൾ? നമ്മൾ അർത്ഥം വെച്ച് എന്താ കാര്യം? നിങ്ങൾ എന്തിനാ എൻ്റെ ക്ലാസ്സിൽ എന്നെ പരിഭാഷ എടുത്ത് നോക്കിയാൽ പോരെ? ഇത് ഞാൻ നിങ്ങളെ പേടിച്ചിട്ട് പറച്ചിൽ നിർത്താണ്. ഇത് ഇത്തരമൊന്നല്ല, ഇനിയും ഇതിൻ്റെ പാത്തരട്ടി പറയണ്ട്. ഇതിനിപ്പുറത്ത് വേറെ ഗേറ്റ് ഉണ്ട്, അതിന് വേറെപ്പുറത്ത് വേറെ ഗേറ്റ് ഉണ്ട്. വേറെ ഉണ്ട്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? തെരഞ്ഞെടുപ്പിന് ഇപ്പം നമ്മൾ വോട്ട് ചെയ്യുകയാണെങ്കിൽ ആദ്യം മഷി തേച്ച് തരികയല്ല ചെയ്യുക. ആദ്യം നമ്മൾ ഐഡൻറ്റിറ്റി കാർഡ് കൊണ്ടുപോയി കൊടുക്കും ഒരാളെടുത്ത്. അയാൾ അവിടുന്ന് വരക്കും, എന്നിട്ട് മറ്റേ ആളെടുത്ത് പറഞ്ഞേക്കും. അയാൾ അവിടുന്ന് പിന്നെ നോക്കി അവിടെ ഒപ്പിടിക്കും. പിന്നെ വേറെ ആളെടുത്ത് പറഞ്ഞേക്കും. അയാൾ അവിടുന്ന് മഷി വെച്ച് തരും. വേറൊരാൾ എന്ത് ചെയ്യും? കടലാസ് തരും. പിന്നെ അപ്പുറത്തുനിന്ന് വോട്ട് ചെയ്യണം. അപ്പോഴത്തേന് ഒരുപാട് ആളെടുത്ത് പോകണം. എന്തുകൊണ്ട്? അത്രയും ഒരു ആഗ്രഹമുണ്ട് വോട്ട് ചെയ്യാൻ. വോട്ട് പറഞ്ഞാൽ വലിയൊരു വിലയുള്ള സാധനമാണ്. അതിനൊക്കെ തയ്യാറാവും. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതാവൂല എന്ന് പറഞ്ഞാൽ ഒരു കുറച്ചുകാരൻ അതിൻ്റെ നേരത്തെ തന്നെ തിരിച്ചു പോരും ചെയ്യും. ഒരിക്കൽ വോട്ട് ചെയ്യൽ നടക്കൂല. നമ്മളൊക്കെ ഒരു റേഷൻ കാർഡ് ശരിയാക്കണമെങ്കിൽ എവിടെയൊക്കെ പോകണം? ലൗഹുൽ മഹ്ഫൂദിൽ നമ്മളൊക്കെ പേര് കയറുമ്പോൾ എവിടെയൊക്കെ പോകേണ്ടി വരും? റേഷൻ കാർഡ് കയറണമെങ്കിൽ ഇത്ര സ്ഥലത്ത് പോകണമെങ്കിൽ. മനസ്സിലായില്ല? വിഡ്ഢികളെ കൂട്ടത്തിലന്ന് നമ്മള്. മനസ്സിലായില്ല? ഒരു റേഷൻ കാർഡിൽ നമ്മളെ പേര് കയറണമെങ്കിൽ എവിടെയൊക്കെ പോകണം? അതിന് നമ്മൾ തയ്യാറുണ്ട്. അള്ളാന്റെ അടുക്കൽ ലൗഹുൽ മഹ്ഫൂദിൽ നമ്മളെ പേര് കയറാൻ അതിന് നമുക്ക് പ്രശ്നമില്ല. എല്ലീനിൽ നമ്മളെ പേര് കയറാൻ അതല്ലേ വലിയ വിഷയം. റേഷൻ കാർഡിൽ കയറിയില്ല. അതെന്ത്? എന്നിട്ട് ഇവിടെ ജനിച്ചിട്ടില്ല എന്ന് അറിയില്ലല്ലോ. ജനിച്ചിട്ടുണ്ടല്ലോ, ജനിച്ചല്ലോ. റേഷൻ കാർഡിൽ പേരില്ല. എന്നെന്താ? റേഷൻ കാർഡിൽ പേര് ജനിച്ചുണ്ടാവും. അതാ റേഷൻ കാർഡ്. വമാമിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. അതാണ് ഏറ്റവും വലിയ റേഷൻ കാർഡ്. അത് ജനിച്ചോ പേരുണ്ടാവും. അവിടുന്ന് കിട്ടുകയും ചെയ്യും. അള്ളാഹു റസാഖാണ്. ഈ ലോകത്തെ എല്ലാവരും തീറ്റിപ്പോറ്റാൻ അവന് കഴിയുകയും ചെയ്യും. അള്ളാഹുവിനെ എല്ലാവരും തീറ്റിപ്പോറ്റാൻ കഴിയും. പിന്നെ എന്താ തീറ്റാത്തേന്ന്, എന്താ തരാത്തേന്ന്? ഈ ആഴ്ച ഞാനൊരു ഹദീസ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇന്ന മിനൽ ഇബാദി മല്ലാ യുസ്ലിഹു ഈമാനഹു ഇല്ലൽ ഫഖ്റു. എൻ്റെ അടിമകളിലുണ്ട് ചില ആളുകൾ ലാ യുസ്ലിഹു ഈമാനഹു ഇല്ലൽ ഫഖ്റു. ദാരിദ്ര്യമല്ലാതെ അവൻ്റെ ഈമാനെ നന്നാക്കൂല. ഓലോ അകനേത്തു, ഞാൻ അവന് മുതൽ കൊടുത്താൽ അഫ്സദഹു ദാലിക, അവൻ്റെ ഈമാനാണ് നാശാവും. അതുകൊണ്ട് ഞാൻ ദാരിദ്ര്യനാക്കും. നിങ്ങളിവിടെ ഉണ്ടോ? ഞാനിവിടെ 2001 ക്ലാസ് തുടങ്ങണത്. അന്നൊക്കെ റിയൽ എസ്റ്റേറ്റ് കച്ചവടം പൊടിക്കണ കാല. അവിടെ വാങ്ങി ഇവിടെ വിറ്റ്, അവിടെ വാങ്ങി ഇവിടെ വിറ്റ്, റിയൽ എസ്റ്റേറ്റ് കച്ചവടം പൊടിക്കണ കാലത്താണ് ഈ ക്ലാസ് തുടങ്ങുന്നത്. അന്ന് ഞാനിവിടെ വന്നിട്ട് ഞായറാഴ്ച ക്ലാസ് നടത്തും. റിയൽ എസ്റ്റേറ്റ് കച്ചവടം തുടങ്ങിയാലോ? തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഉസ്താദ് നിങ്ങൾക്ക് ഉണ്ടാവില്ല. മനസ്സിലായില്ല? ആ ഉസ്താദ് ഉണ്ടാവില്ല. തിരിഞ്ഞങ്ങൾക്ക് ആ മൂപ്പര് പോയിട്ടുണ്ടാവും. മൂപ്പര് ഭയങ്കര ആളായിട്ടുണ്ടാവും. ഇപ്പോ ലാ യുസ്ലിഹു ഈമാനഹു, അവന്റെ ഈമാനെ നന്നാക്കൂല. ഇല്ലൽ ഫഖ്റു. ഖുദ്സിയ ഹദീസാണ്. മുസ്തഫ നബി പറയാ, ഇന്ന മിൻ ഇബാദി, എന്റെ അടിമകളിലുണ്ട്. യഖൂലുല്ലാഹ്, അല്ലാഹ് പറയാണ്, ഇന്ന മിൻ ഇബാദി, എന്റെ അടിമകളിലുണ്ട്. ചില ആളുകൾ ലാ യുസ്ലിഹു ഈമാനഹു, അവന്റെ ഈമാനെ നന്നാക്കുകയില്ല. ഇല്ലൽ ഫഖ്റു, ദാരിദ്ര്യമല്ലാതെ. വലോ അഗ്നൈതുഹു, ഞാൻ അവന് സമ്പത്ത് കൊടുക്കുകയാണെങ്കിൽ ലഫ്സദഹു ദാലിക, സമ്പത്ത് അവന്റെ ഈമാനെ നശിപ്പിച്ച് കളയും. അതുകൊണ്ടാണ് ദാരിദ്ര്യം കൊടുത്തത്. അള്ളാഹ് പറയുന്നുണ്ട്. അള്ളാഹ്ക്ക് ഇവന്റെ ദാരിദ്ര്യം തീർക്കാൻ കഴിയാത്തോണ്ടല്ല, ദാരിദ്ര്യം അവന് പടുകുഴിയിലേക്ക് ചാടിക്കും.
അവൻ അവന്റെ ആടുകളെ തടയും. അനിൽ മറഅൽ ഹൽക, നശിപ്പിച്ച് കളയുന്ന കൃഷിസ്ഥലത്തെ വസ്തുക്കളെ തൊട്ട്. പരുത്തിന്റെ അല ആടുകളിയാവും. പരുത്തി എന്തൊരു കൗമാണ്. പരുത്തി എന്ന് പറഞ്ഞ സാധനം നല്ലതാ, പക്ഷെ ഇല മനുഷ്യൻ നിന്നാലും മരിക്കും, ആടുകൾ നിന്നാലും മരിക്കും. ഭയങ്കര വിഷമാണ് പരുത്തിയുടെ ഇല. പച്ച ഇല തിന്നാൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആടിനെ വിട്ടുകൊണ്ടിരുന്ന ആര്? ഇടയൻ. എന്നിട്ട് ഈ ആട് പച്ചില തിന്നാന് പാകുമ്പോ എന്ത് ചെയ്യും? മുന്നിൽ നിന്നിട്ട് തടയും, അടിക്കും. അടി കിട്ടും. ആർക്ക്? ആടിന്. ആരെ കയ്യിൽ നിന്ന്? ഇടയന്റെ കയ്യിൽ നിന്ന്. എന്തുകൊണ്ട്? അത് റഹ്മത്താണ്. എന്തുകൊണ്ട്? മനസ്സിലായില്ല. അല്ലാഹു തആല നമ്മളെ സമ്പത്തിനെ തൊട്ട് ചിലപ്പോ തടയും. എന്നിട്ട് നമ്മൾ ദരിദ്രന്മാരായി നടക്കും. ഏതുപോലെ റായി, ഒരിടയനെ പോലെ. തന്റെ ആടുകളെ അയാൾ തടയുന്നു. അനിൽ മറഅൽ ഹൽക, നശിപ്പിച്ച് കളയുന്ന മറയെ തൊട്ട്, മേച്ചിൽ പുറത്തെ തൊട്ട്. മനസ്സിലായില്ലേ? മനസ്സിലായില്ല. ചില പഴയ കാലത്ത് 10 പൂളാറുന്ന സാധനം ഉണ്ടായിരുന്നു. വെട്ടി, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ട് അതൊക്കെ? ഇപ്പോഴല്ല, പണ്ട്. അതായത് അത് എന്ത് ചെയ്യുന്നറിയോ? അത് പിന്നെ എന്ത് ചെയ്യും? പിന്നെ ബിസ്ക്കറ്റ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി കയറ്റി പോവും. ഓർമ്മ ഉണ്ടെങ്കിൽ 10 രൂപ വല്ലതും പാണ്. ഓർമ്മയില്ലേ? നിങ്ങൾക്കൊക്കെ വല്ല അൽസിമേഴ്സും പിടിച്ചോ? ഇല്ല, ഓർമ്മ ഉണ്ടോ? ഇല്ലേ? ഞങ്ങൾ നിലമ്പൂരുകാരെ എന്ന് പറയാൻ കാരണം എന്താ അറിയോ? നമ്മൾ റബ്ബർ വെക്കുന്നതിനൊക്കെ മുമ്പ് റബ്ബർ വെച്ചിട്ടും, റബ്ബറാണ് മരം കാട്ടുന്നത് വരെ 10 പൂള ഉണ്ടാക്കും. റബ്ബറിനടി നല്ല പൂളയുണ്ടാവും. വിളയായിട്ട് ഉണ്ടാക്കും. ഈ പൂള എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കാനുള്ളതല്ല. പിന്നെ എന്ത് ചെയ്യും? അതിനെ നേരെ വെട്ടിയിട്ട് കയറ്റും. ഇനി നമ്മൾക്ക് വാട്ടപ്പൂളായിട്ട് ഉണ്ടാക്കാം. പക്ഷെ ഇതിനെന്ത് വേണം? വെച്ച് കൂട്ടണം. കാരണം ഇതിൽ കട്ടുണ്ടാവും. ഇതിന്റെ ഇലക്കൊരു പ്രശ്നമുണ്ട്. ഇതിന്റെ ഇല ആടുന്നു, ആട് ചത്തു. ബാപ്പ ആടിനെ അർത്ഥ എനിക്ക് ഓർമ്മ ഉണ്ട്. 10 പൂള തിന്നെന്ന് പറഞ്ഞ് ആട് മയങ്ങിക്കിടന്ന്. അപ്പൊ ബാപ്പ വേഗം കത്തി ഉണ്ടെന്നാണ് ആടിനർത്ഥം. എനിക്ക് ഓർമ്മ ഉണ്ട്. ചാകണ്ട, അറക്കെന്നാല് വേഗം. എനിക്കോർമ്മണ്ട്. എന്റെ ആയുസിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് ഈ സംഭവം. 10 പൂള ആരും കാണാതെ ആട് തിന്ന് പൂളന്റെ ഇല. ഈ പൂളയുടെ ഇല തിന്നാൽ എന്താവും? ആടുകൾ മരിച്ചു പോവും. ഇടയന്മാരെ ഈ കന്നിനി ആടിന് ആ ഭാഗത്തേക്ക് വരാൻ സമ്മതിക്കൂല. എന്നാ നല്ല പച്ചപ്പുള്ള ഇലയാണ്. അതിന്റെ സുഭിക്ഷത ആടിനെ നശിപ്പിച്ചു കളയും. എന്നതുപോലെയാണ് സമ്പത്തിനെ തൊട്ട് പലപ്പോഴും അല്ലാഹു തആല നമ്മളെ തടയണ്. മനസ്സിലാണ്ട് പറഞ്ഞത്? അള്ളാഹ്ക്ക് നമ്മളോട് ഇഷ്ടമുള്ളത് കൊണ്ടാണ്. അല്ല, ദേഷ്യമല്ല, ഒരിക്കലും അല്ല. അവന് റഹ്മാനായ റബ്ബല്ലേ. റഹ്മാനായ റബ്ബിന് അങ്ങനെ നമ്മളോട് ദേഷ്യം ഉണ്ടാവും? അവൻ റഹ്മാനല്ലേ. അവന്റെ മുദ്ര തന്നെ റഹ്മാനല്ലേ. അവൻ കരുണുള്ളവനല്ലേ, ഭയങ്കര സ്നേഹമുള്ളവനല്ലേ. വഹുവൽ ഗഫൂറുൽ വദൂദ്, അവൻ ഏറെ പൊറുക്കുന്നവനും ഏറെ സ്നേഹിയുമല്ലേ. ഇതിന്റെ അടിസ്ഥാനം നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. നല്ലോണം ചിന്തിക്കണം. എന്തുകൊണ്ടാണ് നമ്മളെ കള്ളിനെ തൊട്ട് തടഞ്ഞത്? എന്തിനാ വ്യഭിചാരത്തെ തൊട്ട് തടഞ്ഞത്? അതേതുപോലെ കറായി, ഒരു ഇടയനെ പോലെ. മനസ്സിലായില്ലേ? അത് അവനെ ഹളറത്തുൽ ഖുദ്സിയത്തെ തൊട്ട് തടയും. ഇവിടെ കുറച്ചു കാലം ക്ഷമിച്ചാൽ മതിയാവും. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നിനക്ക് കിട്ടാത്തൊന്നുമില്ല. പക്ഷെ വ്യഭിചാരം ഇവിടെ എത്താൻ തന്നെ തടയും. അപ്പൊ വ്യഭിചാരത്തെ തൊട്ട് അള്ളാഹു തടയും. എന്തിന്? നിനക്ക് എളുപ്പത്തിൽ പിടിക്കെത്തണം. ഇവിടെ നിന്നാൽ വല്ലാത്തൊരു ലോകാണ്. ഏത്? അള്ളാഹിന്റെ ഹളറത്തുൽ ഖുദ്സിയ. ഹിന്ദുക്കൾ ഈശ്വരീയം എന്നറിയും. ഈശ്വരീയം എന്നൊരവസ്ഥ ഉണ്ട്. അതായത് ഈശ്വരീയം എന്ന് പറഞ്ഞാൽ പിന്നെ അതായത് നിത്യശാന്തി ലഭിച്ച ആത്മാവുകൾ ചെന്ന് ചേരുന്ന ഒരു ഇടമാണ് അവരെ സംബന്ധിച്ചിടത്തോളം എന്ത്? ഈ ഈശ്വരീയം. ഈശ്വരനല്ല, ഒരു അതിരില്ലാത്ത ലോകത്തേക്കോ ഞാൻ പറഞ്ഞേക്കാം. നമ്മൾ സ്വർഗം എന്ന് പറയുന്നതിൻ്റെ മറ്റൊരു പതിപ്പാണ് അവരുടെ ഈശ്വരീയം. നമ്മൾ തന്നെ
اللهم اجعل في قلبي نورا وفي سمعي نورا وفي لساني نورا وعن يميني نورا وعن شمالي نورا ومن امامي نورا ومن خلفي نورا ومن فوقي نورا ومن تحتي نورا واجعل لي نورا واجعلني نورا. ഈ ദുആ ഇന്ന് ചൊല്ലിയവർക്ക് കൈപൊക്കാം, ചെല്ലണം. ഒരു ദിവസം മുടങ്ങരുത്, ചെല്ലണം. ഞങ്ങളോട് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് മുടങ്ങരുത്. ഇതിൽ അവസാനത്തെ പറയുന്ന ഈശ്വരീയാണ്. വജഅൽനി നൂറ വജഅൽനി നൂറ, എന്നെ നീ പ്രകാശമാക്കി മാറ്റണം. അതൊക്കെ കഴിഞ്ഞിട്ട് എന്നെ പ്രകാശാക്കണം എന്ന് പറയും. വജഅൽനി നൂറ, എനിക്ക് നീ പ്രകാശം തരണം. വജഅൽനി നൂറ, വജഅൽനി, നീ എന്നെ ആക്കണം. നൂറൻ, പ്രകാശാക്കണം. അതിലില്ലാത്തതാണ് എന്തിന്? പ്രകാശം പോകും, അതിലില്ലേ. അതാണ് ഹദറത്തുൽ ഖുദ്സിയ. കള്ളുടിക്കണേ അള്ളാഹ് നമ്മളെ തടഞ്ഞ എന്താ? ആ ഹദറത്തുൽ ഖുദ്സിയയിലേക്ക് നമുക്ക് തടസ്സാണ് എന്ത്? കള്ള്. വ്യഭിചരിക്കുന്ന തടഞ്ഞ എന്താ? അവിടെ നമ്മളെ അവിടെ പ്രവേശിക്കുന്നതിന് അത് തടസ്സാണ്. അപ്പൊ അള്ളാഹു ആരാണ്? പട്ടണത്തിന്റെ പൂളേന്ന് പരുത്തിയുടെ ഇല തിന്നതിൽ നിന്ന് ആടുകളെ തടഞ്ഞ ഇടയനെ പോലത്തെ കരുണയാണ് അള്ളാഹ് ചെയ്തത്. അല്ലാതെ ദേശീയല്ല മനുഷ്യ. അതിന് നമുക്ക് ഈ കാര്യം മുഴുവനും ചെയ്തു തന്നിട്ട് നമ്മൾ ഈ പരുത്തിയുടെ ഇല തിന്നാതെ സൂക്ഷിക്കുന്ന ഇടയനാണ് മുഹമ്മദ്. കാരണം തിന്നാൽ എന്താ? ഈ ആട് ചത്തോയി, നമ്മൾ പിന്നെയും തിന്നും. ആത്മീയമായ ചാകൽ സംഭവിക്കും. ആ ആത്മീയമായ ചാകലാണ് ഇന്നക ലാ തുസ്മിഉൽ മൗത. ഒരു ചത്തു, ഒരാടിന് എന്താല്ല, ഗേറ്റ് കീപ്പർക്ക് വഴിപ്പെട്ടില്ല. ആര്? അബൂജഹൽ. ഒരു ചത്തോലാണ്. പരുത്തിന്റെ ഇല തിന്നു കഴിഞ്ഞ് ആത്മീയമായ ചാകല്. ചത്തൂരിന്നാൽ തന്നെയല്ലേ അവരെ പറ്റി എന്താ പറഞ്ഞേ? അവരെ പറ്റി എന്താ പറഞ്ഞേ? മുഹമ്മദ് മുസ്തഫാക്ക് ഭയപ്പെടാത്ത ആളെ പറ്റി എന്താ പറഞ്ഞേ? ചത്തവരെന്നല്ലേ പറഞ്ഞത്. ഇന്നക ലാ തുസ്മിഉൽ മൗത, ചത്തവരെ കേൾപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. ചത്തു, ആത്മീയമായ ചാകൽ സംഭവിച്ചു. കാരണം എന്തുകൊണ്ട്? ഇടയന് വഴിപ്പെട്ടില്ല, പരുത്തിന്റെ ഇല തിന്നു, ചത്തു. ഇതൊക്കെ മനസ്സിലാക്കാൻ എന്ത് ബുദ്ധിമുട്ടാണ്. അപ്പൊ പരുത്തിന്റെ ഇല തിന്നരുത് എന്ന് ആടിനെ തടയുന്ന ഇടയനെ പോലെയാണ് ആര്? മുഹമ്മദ്. പിന്നെ തിന്നാൻ പറ്റിയ ഇല മുഹമ്മദ് കാണിച്ചു കൊടുക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഫത്തബിഊനി, എന്റെ പിന്നാലെ പോയി ആടുകളെ. അപ്പൊ മുഹമ്മദ് എന്ന മുസ്തഫ വടക്കോട്ട് പോയാൽ അവിടെയാണ് നല്ല ഇല ഉള്ളത്. തെക്കോട്ട് പോകരുതെന്ന് പറഞ്ഞാൽ അവിടെ പരുത്തിയുടെ ഇല തന്നെയാണ്. അത് തിന്നാൽ എന്താവും? എന്നാൽ ചത്തോ. എന്നെന്നും ജീവിക്കുന്നവർക്കുള്ള സന്നിധാനമാണ് ഹദറത്തുൽ ഖുദ്സിയ, പരിശുദ്ധ സന്നിധാനം. മനസ്സിലാവണ്ട പറഞ്ഞത്? ചിന്തിച്ചോക്ക. അപ്പൊ നമ്മൾ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതിനെതിരെ ചെയ്താൽ നമ്മൾ നമുക്കെന്നെ എതിരാവുകയാണ്. പരുത്തിയുടെ ഇലയിൽ നിന്ന് ഇടയൻ ആടിനെ തടഞ്ഞാൽ ആട് തടഞ്ഞിട്ട് കാണാതെ ഇല ആട് തിന്നാൽ ആട് ആർക്കാണ് എതിര്? ആടിനെന്നെ. അള്ളയല്ല ആക്രമിച്ചത്, വലാകിൻ കാനൂ അൻഫുസഹും യദ്ലിമൂൻ. അവരെ ആക്രമിച്ചത് ആരെന്നെ? അവരെന്നെ. എത്രയോ പറഞ്ഞതാണ് ആടിനെ തടഞ്ഞതാണ്. കണ്ണം കൊണ്ട് എത്തിയപ്പോഴത്തിന് ആട് പോയിരുന്നു. പഴയ കാലത്ത് ഇതിന്റെ പൂളത്തിലെ തൊലി തൊലിച്ചിടും. ഈ തൊലി വരെ എത്തുന്ന ചത്തു. ആ പാടിയല്ല ഒക്കെ ചത്തു. അതന്നെ മുഹമ്മദ് മുസ്തഫ. നമ്മളോട് കള്ളുടിക്കരുത്, വ്യഭിചരിക്കരുത് എന്നൊക്കെ പറഞ്ഞാൽ എന്താ? നമ്മൾ ആത്മീയമായ ഒരു ചാകൽ നമുക്ക് സംഭവിക്കും. നമ്മൾ അള്ളാഹിന്റെ പരിശുദ്ധമായ സന്നിധാനത്തിലേക്ക് പോകേണ്ടവരാണ്. അപ്പൊ നമ്മൾക്ക് ഏത് ഇല, ആടിനെ അറിയില്ല. ആടിന് എന്താ അറിയില്ല? ഏത് ഇല തിന്നണം, ഏത് ഇല തിന്നരുതെന്ന് ആർക്കറിയില്ല? ആടിനറിയില്ല. ഹബീബായ നബി പറഞ്ഞത് ഇവര് ഹദീസ് ഇതിലേക്കാണ് കൂട്ടിച്ചാളി. ആഹുദുക്കും ഹുജസിക്കും, ഞങ്ങളെ ഊരൊക്കെ പിടിച്ച് നടക്കുകയാണ്. നിങ്ങൾ എന്റെ കയ്യിൽ നിന്ന് കൊതറി ചാടിയിട്ട് സ്വയം നശിക്കുകയാണ്. മനസ്സിലായില്ല? തന്നെയാണത്. തന്നെ ഞങ്ങളെ ഇവിടെ പിടിച്ചിട്ടുണ്ട്. എന്തിന്? നിങ്ങളെ നശിപ്പിച്ച് കളയുന്ന
നിങ്ങളെ കൊന്നു കളയുന്ന സാധനത്തിലേക്ക് നിങ്ങൾ ചാടുമ്പോ ഞാൻ എവിടെ പിടിക്കുന്നുണ്ട്? ഇവിടെ. വാന്തും തഫല്ലത്തൂന മിൻ യദയ്യ, നിന്റെ കയ്യിൽ നിന്ന് നിങ്ങൾ കൊതറിച്ചാടാണ്. നിന്റെ കയ്യിൽ നിന്ന് കൊതറിച്ചാടിയോലേ ചാവുള്ളൂ. നിന്റെ കയ്യിൽപ്പെട്ടവരൊക്കെ രക്ഷപ്പെടുത്തും. മൻ അത്വാനി ദഖലൽ ജന്ന വമൻ അസ്വാനി ഫഖദ് അബ. ഇതൊക്കെ ഇതിന്റെ വ്യാഖ്യാനം. കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന, എന്റെ സമുദായം മൊത്തം സ്വർഗ്ഗത്തിൽ കടക്കും. ഇല്ല മൻ അബാ ഖീല വമൻ അബാ ഖാല വമൻ മൻ അത്വാനി ദഖലൽ ജന്ന വമൻ അസ്വാനി ഫഖദ് അബ. ഈ ഹദീസ് കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന, എന്റെ സമുദായം മുഴുവൻ സ്വർഗ്ഗത്തിൽ കടക്കും. ഇല്ല മൻ അബാ, വിരോധിച്ച് നടന്നവരൊഴികെ. ഖീല, അപ്പോൾ ചോദിക്കപ്പെട്ടു വമൻ അബാ, ആരാണ് ഈ വിരോധിച്ച് നടക്കുന്നവര്? അപ്പോൾ ഹബീബ നബി മൻ അത്വാനി ദഖലൽ ജന്ന, എന്റെ കൈയിന്റെ ഉള്ളിൽ കൂടണം, എന്നാ സ്വർഗത്തിലെത്തും. എടേന്റെ ഒപ്പം നടന്ന ആടിന് കെട്ട് കുടുങ്ങൂല. വമൻ അസ്വാനി, എന്റെ കണ്ണ് വെട്ടിച്ച് ചാടിയാലോ ദഖലന്നാറ, ഞാൻ എഴുതിയാളും. ഞാനാണ് എടയൻ. എടയനെ ഏത് ഇല തിന്നാൻ പാടുള്ളൂ, ഏത് ഇല തിന്നാൻ പാടില്ല ആർക്കേ അറിയൂ? ആടിനറിയില്ല. ആർക്കേ അറിയൂ? എടയനെ അറിയൂ. എടയനാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ നിലക്ക് ഈ ഹദീസും ആയത്തൊക്കെ ഒന്ന് വെച്ച് നോക്കിയാൽ എത്ര കൃത്യമാണ് പറഞ്ഞ്. ചിന്തിക്ക്, നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഇനി ഒരു 100 കൊല്ലം പറഞ്ഞാൽ ഇത് തീരൂല. ഞാൻ പിന്നെ പോവുകയാണ്. ഓരോ ദിവസം ഞാൻ വിചാരിക്കുന്നത് ലാസ്റ്റ് ആക്കണം ഈ ആയത്തിൻ്റെ. പിറ്റേത്തെ ആഴ്ച വന്നാൽ പിന്നെ ഞാൻ തന്നെ പറയും. ചിന്തിക്ക, ഇതൊക്കെ ഭയങ്കര ചിന്തിക്കണം. ഇതിൻ്റെ ഉള്ളിൽ കിടക്കണ ആശയങ്ങളാണ്. മുഹമ്മദ് എന്ന മനുഷ്യനല്ലാതെ നമ്മൾ ആടല്ലേ, നമുക്ക് എന്താണ് ഏതാണ് അറിയോ? നമുക്ക് എന്താ അറിയും? ഇപ്പം നമ്മൾ നിസ്കരിച്ചു, നമ്മൾ കൈ പൊന്തിച്ച് തക്ബീർ ചൊല്ലി നിസ്കരിച്ചു, കുറെ എങ്ങനെ കുനിഞ്ഞു, കുറെ വീണു, എന്നിട്ട് എൻ്റെ ഇപ്പം നമുക്ക് തിരിഞ്ഞ് മനസ്സിലാണ്ട്? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? നമ്മൾ ആടുകളാണ്. നമുക്ക് എന്തിലാണ് നമുക്കറിയില്ല, നമുക്കത് അറിയൂല. നമുക്കറിയില്ലല്ലോ. ഇപ്പൊ ഉദാഹരണം, കന്നുകൾ തീറ്റ എടുക്കാതിരിക്കുകയാണെങ്കിൽ കന്നുകൾക്ക് ചില സാധനങ്ങൾ എന്ത് ചെയ്യുന്നറിയോ? കലക്കിയിട്ട് അത് കൊടുക്കും. ഈ കന്നിനെ അറിയോ ഇതെന്തിനാ കൊടുക്കുന്നത്? അതിന് കന്നാളെ വായി പിടിച്ച് കെട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് കഷ്ടപ്പെട്ടാണ് കൊടുക്കുക. ചിലപ്പോൾ ചില സാധനങ്ങൾ തിന്നാല് വേന്തി വയറിൽ കെട്ടും. മനസ്സിലാണ്ട പറഞ്ഞത്? അപ്പൊ അന്ന് പിറ്റേന്ന് കന്നാളെ ഒന്നിനും പറ്റൂല. അപ്പൊ ഞാൻ ഇതൊക്കെ പറയും, എൻ്റെ തറവാട് അങ്ങനെയാണ്. അപ്പൊ ഇതൊക്കെ എപ്പോഴും കാണും. ഒന്നിനല്ലെങ്കിൽ ഒന്നിന് ഈ സോക്കറുണ്ടാവും. അപ്പൊ അതിന് ചില മരുന്നുകൾ വല്യപ്പയും ബാപ്പയൊക്കെ കൊണ്ടു നോക്കും. ഇതൊക്കെ നമ്മളിങ്ങനെ കാണും. അവരത് കൊടുക്കും, കഷ്ടപ്പെട്ട് കൊടുക്കണം. സത്യത്തിൽ ഇത് കൊടുക്കാനേ ഈ മൃഗം സമ്മതിക്കൂല. പക്ഷെ മൃഗത്തോടുള്ള കരുണയാണിത്. മനസ്സിലായില്ലേ പറഞ്ഞത്? ഈ മൃഗത്തോടുള്ള കരുണ കൊണ്ടാണ് ഇയാളിത് കൊടുക്കണത്. പക്ഷെ ആ മൃഗം എന്ന് പറഞ്ഞാല് ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാണ് ഇത് കുടിക്കുക. അപ്പൊ അതൊക്കെ പാളയിലൊക്കെ ആക്കി ഇങ്ങനെ മോളന്റെ കുത്തി, മോർമണ്ടങ്ങൾക്ക് മുളയുടെ കുത്തി ഇങ്ങനെ കാക്കിയിട്ട് വായിൽ വെച്ച് 4 ആള് പിടിച്ച് തന്നെ നമ്മള് നമ്മക്ക് എന്തിനാ അതെന്ന് അറിയില്ല. ഇപ്പൊ നമ്മളെ കുറെ ഇങ്ങനെ കടത്തിയിട്ട് എന്താ കാര്യം? ഇപ്പൊ സുജൂദ് കിടക്കാൻ പറഞ്ഞു. നിങ്ങളുടെ എന്താ ഇപ്പൊ കാര്യം? എന്തായാലും കാര്യം എന്താ? നമ്മക്കതിന്റെ കാര്യം അറിയില്ല. അത് കാരണമായിട്ട് നിനക്ക് വേണ്ടിയുള്ള വാതിൽ അവിടെ തുറക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ ആ മനുഷ്യന് കഴിയും. കാരണം ഈ മനുഷ്യൻ അതിൻ്റെ ഇതിൻ്റെ ഇടയിലുള്ള പാലമാണ് മുഹമ്മദ്. ഈ മനുഷ്യൻ ഈ ഗേറ്റിന്റെ അവിടെ നിന്നാൽ പിടുക്കും കാണാം. നമുക്ക് നേരെ പിടിക്കേ കാണുള്ളൂ, ഇങ്ങോട്ട് കാണൂല. ഇയാൾ അടഞ്ഞിക്കാണ് ഇവിടെ. നിങ്ങൾ ഇവിടെ ഉണ്ടോ? നിങ്ങൾ സ്ഥലത്തുണ്ടോ? വേണ്ട, എന്തിനാ സ്ഥലത്തുണ്ടാവണ്? ഈ മനുഷ്യൻ അടഞ്ഞു നിൽക്കാണ് ഗേറ്റമ്മേൽ. ആര്? മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ ഒന്നും കാണാൻ വഴിയില്ല, ആകെ ഇവിടെ ഉള്ളൂ. ഇവിടെ ഇയാളെ നിർത്തിയിരിക്കുക, മുഹമ്മദ് മുസ്തഫ. ഈ മനുഷ്യന്റെ പ്രത്യേകത എന്താ? ഗേറ്റ് കീപ്പറുടെ പ്രത്യേകത എന്താ? ഞാൻ തലക്ക് മേടുങ്ങൾക്കൊക്കെ നരച്ചതുകൊണ്ടാണ്. ഇയാളെ പ്രത്യേകത ഇവിടക്കും കാണും, ഇവിടക്കും കാണും. ഇവിടെ ഉള്ള ആൾക്ക് ഇവിടേക്ക് കാണൂല. മനസ്സിലായോ പറഞ്ഞത്? ഇയാൾക്കോ ഇങ്ങോട്ട് കാണും. ഇവിടെ ഉള്ള സൗഭാഗ്യങ്ങൾ ഈ മനുഷ്യന് കാണും, ഇവിടെ ഉള്ള ബുദ്ധിമുട്ടുകൾ ഈ മനുഷ്യന് കാണും.
പക്ഷെ ഈ സൗഭാഗ്യത്തിലേക്ക് എത്തിച്ചേരണമെങ്കിൽ ഈ കുടിസിലൂടെ അവരാണ് കയറണം. അത് ഈ മനുഷ്യനറിയാം. അതിന് അവിടെ നമ്മളെ കയറ്റണം. അതിലൂടെ ഞാൻ കയറൂല പറഞ്ഞാലോ? ആ കയറലാണ് ഇത്തിബാഴ്. ചില ഗേറ്റുകൾ കണ്ടിട്ടുണ്ടോ? ടിക്കറ്റ് എടുത്ത് വന്നിട്ട് എന്ത് ചെയ്യുമെന്നറിയോ? ഒരാൾ മാത്രം കിടക്കുന്ന ചില ഗേറ്റുകളുണ്ട്. അയാൾ ഇങ്ങനെ ഇങ്ങനെ ചുറ്റി അപ്പുറത്ത് പോയാലേ അടുത്ത ആൾ കയറുള്ളൂ. ഞാൻ അങ്ങനത്തെ ചില സ്ഥലങ്ങൾ കണ്ടിട്ട്. ഇപ്പൊ ഇബ്രാഹിമി മസ്ജിദിലേക്ക് ഫലസ്തീനില് പിന്നെ ഖലീൽ കുന്നിന്റെ മുകളിൽ ജൂതന്മാർ ഗേറ്റ് വെച്ചിട്ടുണ്ട്. ഒരൊറ്റാക്കേ കിടക്കാൻ കഴിയുള്ളൂ. അയാൾ ഇങ്ങനെ ഒരു കറങ്ങുന്ന ഗേറ്റാ. ടിക്കറ്റ് എടുത്ത് മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് നമ്മൾ പരിശോധിക്കും. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റും. കയറ്റിയിട്ട് ഇങ്ങനെ അയാൾ അപ്പുറത്തേക്ക് കടന്നാലേ അത് കഴിയുള്ളൂ. അങ്ങോട്ട് കടന്നാൽ പിന്നെ അങ്ങോട്ട് പോരാൻ കഴിയില്ല. ഇങ്ങനെ കയറ്റി പോവുള്ളൂ. ഇങ്ങനെ അടങ്ങും. മനസ്സിലായില്ല? ഇങ്ങനെ ഇങ്ങനെ പോവും. ഇങ്ങനെ തിരിച്ചു വരാൻ കഴിയില്ല. നമ്മൾ തിരിച്ചു വരാൻ കഴിയില്ല എന്നതുപോലെയാണ് ഈ ഗേറ്റ്. ഇതിൽ ബുദ്ധിമുട്ടി കിടക്കണം. കടന്നാലോ വിശാലമായ കാഴ്ച അവിടെ ഉണ്ട്. ഇതൊക്കെ മനസ്സിലാക്കിയ ആളാണ് ആര്? ഗേറ്റ് കീപ്പർ മുഹമ്മദ് മുസ്തഫ. അതിന് ഈ മനുഷ്യനെ പിൻപറ്റണ്ടേ? നിയമം പാലിക്കണ്ടേ? അല്ലാത്തവരാരെങ്കിലും കയറിയിട്ടുണ്ടോ കാലം വരെ? കള്ളു കുടിക്കരുത്, നമുക്ക് പ്രയാസമായി തോന്നും. വ്യഭിചരിക്കരുത്, നമുക്കത് പ്രയാസമായി തോന്നും. ഗീബത്ത് പറയരുത്, നമീമത്ത് പറയരുത്, മനുഷ്യനെ പറ്റിക്കരുത്, ഭാര്യമാരോട് നല്ലയാൾക്ക് പെരുമാറണം, അമ്മാശാക്കാനോ നല്ലയാൾക്ക് പെരുമാറണം. ഇതൊക്കെ എല്ലാവർക്കും അമ്മായിയായി ഇന്നാലേ അത് കയറുള്ളൂ. എല്ലാവർക്കും അമ്മായിയാണ്. എവിടെയും പൊട്ടിയോ ഗേറ്റ് കൂടി നടക്കൂല. ഇതാണ് ഇപ്പൊ ഈ പറഞ്ഞതിന്റെ ഒരു ഉത്സാരം. ഒന്നും കൂടി പറയാ കഴിഞ്ഞ്. ഇത് തന്നെയാണ് അൽ ഹലറത്തുൽ ഖുദ്സിയ്യ. അൽ അബ്ദു മഹജൂബുൻ അൻ റബ്ബിഹി. മുഹമ്മദുൻ ജഅലഹുല്ലാഹു ബവ്വാബൻ. അൽ ബവ്വാബു മുഹമ്മദുൻ അൽ ബവ്വാബു വഹുവ യറൽ അദ്ബാതിന വല്ലാഹിറ വൽ ഇബാദു കുല്ലുഹും ലഹ്റൻ ലിൽ ബാബ്. ബാബിന്റെ പുറത്താണ് ആര്? ഇബാദു കുല്ലുഹും. ലാ യറൗന ഇല്ലൽ ബവ്വാബ വൽ ബവ്വാബു യറൽ ലാഹിറ വൽ ബാതിൻ. അടിമകൾ മൊത്തം ഗേറ്റ് കീപ്പറെ കാണുള്ളൂ. ഗേറ്റ് കീപ്പർ ഉടമയെയും അറിയും അടിമയെയും അറിയും. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്? ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, അള്ളാന്റെ അടുക്കലേക്ക് കയറണമെന്ന് ഒരാൾക്ക് പൂതിയുണ്ടെങ്കിൽ ഫത്തബിഊനി, എന്റെ പിന്നാലെ കൂടുക. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു ഉറക്കെ പറ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതിന് ഓരോന്നുണ്ട്. കസ്റ്റമർ കെയറിലേക്ക് വിളിക്കും പോലെയാണ്. മനസ്സിലായില്ല? ഒരു ഫോണിന് എന്തെങ്കിലും പറ്റിയാൽ കസ്റ്റമർ കെയറിലേക്ക് വിളിക്കാം. അങ്ങനെ ഞങ്ങൾ കസ്റ്റമർ കെയറിലേക്ക് അടിച്ച്, അപ്പോൾ അവിടുന്ന് പറയും, നിങ്ങളുടെ നമ്പർ പോയതാണെങ്കിൽ 1 അടിക്കുക, നിങ്ങളെ പൈസ പോയതാണെങ്കിൽ 2 അടിക്കുക. അങ്ങനെ നമ്മൾ പൈസ പോയതാണ്, അപ്പോൾ 2 അടിച്ച്. 2 അടിച്ച് കഴിഞ്ഞാൽ പിന്നെ പറയണത് ഇതുപോലത്തെ വേറെ ഇംഗ്ലീഷാവും. അവിടുന്ന് വേറെയും അടുത്ത ആൾക്ക് കൊടുക്കും. ക്ഷമള്ളോ മാത്രമേ 10 ആളുടെയെങ്കിലും 2 അടിക്കുക 1 അടിക്കുക എന്ന് കേൾക്കാലേ എന്താവുള്ളൂ. അതിനൊക്കെ ക്ഷമിച്ച് നിന്നോൻ്റെ ഫോണേ ശരിയാവുള്ളൂ. പുറത്ത് പറയണ്ട. നിങ്ങൾ ഇവിടെ ഉണ്ടോ? ഇതിലും വലിയൊരു ഉദാഹരണം ഇനി പറയല്ല. ഈ ചിലരുണ്ടാവും ആ ഫോൺ വലിച്ചെറിഞ്ഞ് വേറെ ഫോണും ആവും. ആ സിം എറിയും, വെള്ളത്തിലിടും. മനസ്സിലായില്ല? ക്ഷമിക്കണവർക്കോ ആ സിം തന്നെ മതി. ഖിയാമത്ത് നാൾ വരെ ആ സിം മതി. നിങ്ങൾ ഇതിന്റെ കൂടെ അല്ല. പക്ഷെ ഇടക്കൊക്കെ സിമ്മിന് എറർ കൊടുങ്ങും. അപ്പൊ എവിടേക്ക് വിളിക്കണം? പഠിച്ചോനെ റബ്ബേ പറയ്, എവിടേക്ക് വിളിക്കണം? കസ്റ്റമർ കെയർ വിളിച്ചിട്ട്
ഇന്ന് വരെ 90% ആളുകളും പിരാന്തായിട്ട് മടങ്ങല്ലാതെ കസ്റ്റമർ കെയറിന് തീരുമാനം ഉണ്ടായിട്ടില്ല. കസ്റ്റമർ കെയറിനാണ് അടിച്ചാൽ കമ്പ്യൂട്ടറിന് അടിക്കും. പിന്നെ പറയും നിങ്ങളുടെ പൈസ പോയതാണെങ്കിൽ ഒന്നടിക്കുക, ഇന്നലെ പോയതാണെങ്കിൽ രണ്ടടിക്കുക. അപ്പൊ നമ്മൾ പിന്നെ എന്തടിച്ച്? രണ്ടടിച്ച് കഴിഞ്ഞാൽ കുറെ നേരം ഒരു പള്ളിക്കാട്ടേക്ക് സലാം പറഞ്ഞ മാതിരി ഒരു മുണ്ടാട്ടം ഉണ്ടാവില്ല. പിന്നെ മെല്ലെ ഒരു ഒച്ചയ്ക്കും. പിന്നെ അവിടുന്ന് പറയും നിങ്ങൾ 3 അടിക്കുക. അപ്പൊ പിന്നെ എന്തടിക്കണം? 3 അടിക്കണം. ഇത് അങ്ങനെ തന്നെ അല്ലേ? ഇതിനൊക്കെ പിന്നെ എന്ത് വേണം? ക്ഷമിക്കണം. 10ാമത്തെ ഗേറ്റ് കീപ്പറിന്റെ മുന്നിൽ ക്ഷമിക്കണം. എന്നാ അതിൻ്റെ ഉള്ളിൽ കയറും. ആ സിം തന്നെ ശരിയാവും ചെയ്യും. ഇല്ലെങ്കിൽ ഈ സിമ്മ് വെള്ളത്തിലിട്ട് വേറെ സിമ്മ് വാങ്ങേണ്ടി വരും. പക്ഷേ 10ാമത്തെ ആളടുത്ത് എത്തുമ്പോഴത്തേനെ അണ്ണി കടയും, പിരാന്താവും. ഒരു പേടിയും പേടിക്കണ്ട. എല്ലാ സ്ഥലത്തും ഈ സിം തന്നെ ഉപയോഗിക്കുകയും ചെയ്യാം. പക്ഷെ എന്ത് വേണം? ആദ്യം വേണ്ട എന്താ? കസ്റ്റമർ കെയർക്ക് കയറുമ്പോ ആദ്യം വേണ്ട എന്താ? സൊബറ്. കുറച്ച് ചായയൊക്കെ കാച്ചി അവിടെ ഇരിക്കണം. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? അത് തന്നെ. അതാണ് ഇപ്പൊ ഈ പറയുന്ന ബവ്വാബ്. അയാൾ അവിടുന്ന് ഇങ്ങനെ പറയും, ആള് ഇങ്ങനെ പറയും, ഇങ്ങനെ കാട്ട്, ഇങ്ങനെ കാട്ട്, ഇങ്ങനെ കാട്ട്, ഇങ്ങനെ കാട്ട്. യുഹിബ്ബുക്കുമുല്ലാഹ്, എല്ലാം അല്ലാഹു തആല ശരിയാക്കി തരും. അത് തന്നെ. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അതിനൊന്നും ഒരാൾക്ക് തയ്യാറില്ല. ഇവൻ ഒറ്റക്ക് തന്നെ വേഗം പോകണം സ്വർഗത്തിലേക്ക്. അത് നടക്കണ കാര്യമല്ല. അതിന് സ്വർഗം ഇയ്യും എൻ്റെ ഓളും കൂടി ഉണ്ടാക്കണം. എന്നിട്ട് അതിന് നിങ്ങൾ രണ്ടാളും കൂടി ചാടണം. അള്ളാഹ് ഉണ്ടാക്കിയ സ്വർഗത്തിൽ കയറണമെങ്കിൽ മനസ്സിലായില്ലേ? ഇവിടെ ഇപ്പൊ ഓരോരുത്തർക്കുണ്ടല്ലോ ഓരോ എന്താ പറയാ, ഓരോത്തിന്റെ പേരെന്താ? കുട്ടികളൊക്കെ പോയി ചാടുന്ന എന്താ അതിന്റെ ഒക്കെ പേര്? വാട്ടർ പാർക്കുകളില്ലേ? സ്വിമ്മിങ് പൂൾ മഞ്ചേരി ഒക്കെ ഉണ്ടായിരുന്നു, എറണാകുളത്തൊക്കെ ഉണ്ടായിരുന്നു പണ്ട്. എന്തായാലും പറയാ ബീഗാലാൻഡ്. അതന്നെ. ബീഗാലാൻഡൊക്കെയാണ് പോകാൻ പറ്റൂല. ആദ്യം ഗേറ്റ് പോയി പാറാവുകാരനെ കണ്ട് ടിക്കറ്റ് എടുത്ത് ക്ഷമിച്ച് നിന്ന് ഇങ്ങനെയൊക്കെയുള്ള പള്ള. അല്ലെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? അല്ലെങ്കിൽ 2 വകുപ്പേ ഉള്ളൂ. ഒന്ന്, ഞാൻ ബീഗാലാൻഡിലേക്ക് പോണില്ല എന്നാണ് തിരിച്ചു വരിക. അല്ലെങ്കിൽ കട്ട് കയറുക, പോലീസ് പിടിക്കും. ഇല്ലെങ്കിലോ നിയമപരമായി ബീഗാലാൻഡ് കയറണമെങ്കിൽ ഒരു ഉദാഹരണം അതിന്റെ ഗേറ്റ് കീപ്പർ പറഞ്ഞു കേൾക്കണം. അള്ളാഹുവിന്റെ ഗേറ്റ് കീപ്പറാണ് മുഹമ്മദ് മുസ്തഫ. ഈ ആളെ നമ്മൾ പറഞ്ഞത് സ്വീകരിക്കണം. അത് എന്താ ചെയ്യേണ്ടത് പറഞ്ഞാൽ അതാണ് ചെയ്യണം. എന്താ തുണി നെരിയാണിക്ക് താഴെ വലിച്ചാൽ എന്താ? കുറച്ച് സോപ്പ് ചേർത്ത് ചെലവാകും എന്നല്ലാതെ വേറെന്താ? സോപ്പ് വാങ്ങിത്തരുന്നത് മുഹമ്മദ് നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം. പറയും മനുഷ്യന്മാരെ, എന്താ നബി പറഞ്ഞ നെരിയാണിക്ക് താഴെ വസ്ത്രം വലിക്കാൻ പാടില്ല. അപ്പൊ നബിക്ക് അങ്ങോട്ട് നമുക്ക് പറഞ്ഞു കൊടുത്തൂടെ? എന്ത് നബി, അതിനിപ്പോ കുറച്ച് പിറ്റേന്ന് കുറച്ച് കേറെ സോപ്പ് ചെലവാവുന്നല്ലേ ഉള്ളൂ. ഞങ്ങളത് ചെലവായിക്കോളാം നബിയെ, നിങ്ങളത് നോക്കണ്ടെന്ന് അറിയാൻ പറ്റുമോ? തുണിമ്മ ചളിയാണ് നിങ്ങൾ നോക്കണ്ട നബിയെ, നിങ്ങൾ വേറുള്ള കാര്യം പറയും. അങ്ങനെ പറഞ്ഞാലോ? മനസ്സിലായി പറഞ്ഞത്? നമ്മളെ തുണിമ ചെളിയായ നബിക്ക് എന്താ? പക്ഷെ അവിടെ എന്തുണ്ട്? ഒരു യൂണിഫോം ഉണ്ട്. അതിലേക്ക് കയറണമെങ്കിൽ ഒരു യൂണിഫോം ഉണ്ട്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? നാടാകെ തലയും തുറന്നിട്ട് കുതിര വിട്ട് കിടക്കുന്ന പമ്പർ നോക്കാണ്ട് കയറാൻ പറ്റൂല. എന്തുകൊണ്ട്? ആദ്യം അതിൻ്റെ ഉള്ളിൽ കയറണമെങ്കിൽ എന്തുണ്ട്? യൂണിഫോം ഉണ്ട്. ഇവിടെ എത്ര പഠിക്കണ കുട്ടിയായാലും യൂണിഫോം ഇല്ലാത്തവരെ സ്കൂൾ കയറ്റോ? ഞങ്ങൾ അങ്ങനെ കയറ്റി. ഇപ്പൊ കുറെ ആളുകൾക്ക് ഒരു പ്രശ്നം എന്ത്? ഇസ്ലാമ പെണ്ണുങ്ങളെ എന്താണ് വേഷവിധാനം അങ്ങനെ നിർബന്ധിക്കണേ? പോയടാ പണി നോക്കിയിട്ട് കുറച്ച് നോണച്ചിയാൾ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോ നിങ്ങളൊക്കെ നടക്കണ ഇംഗ്ലീഷ് സ്കൂളുകൾ ഉണ്ടല്ലോ, ഏതെങ്കിലും സ്കൂളിൽ ആ സ്കൂളിന്റെ യൂണിഫോം ഇടാതെ കയറാൻ പറ്റുമോ? യൂണിഫോം ഇടണമെന്ന് ഇന്ത്യൻ ഭരണഘടനയിലുണ്ടോ? പറയും മനുഷ്യന്മാരെ, യൂണിഫോം ഇടണമെന്ന് ഇന്ത്യൻ ഭരണഘടനയിലുണ്ടോ?
പറയടോ, എന്താണ് ഉച്ചക്ക് വന്നിട്ട് ഉറങ്ങുന്നത്? എന്താ പൊട്ടനെ പോലെ ഇരിക്കണത്? ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് നിരീശ്വരവാദിക്ക് പിരാണ്ടാണോ? ആദ്യം ഞങ്ങളെ വേഷവിധാനമല്ല നോക്കണ്ടേ. സ്കൂളിലെ യൂണിഫോം ഇല്ലേ ഇടാത്ത കുട്ടി, പഠിക്കണ കുട്ടിയാണെങ്കിൽ കേറ്റോ? പറയടോ, പറ കുട്ടി, കേറ്റോ? ഇല്ല. എത്ര പഠിക്കണ റാങ്ക് ഹോൾഡർ ആണെങ്കിലും യൂണിഫോം ഇല്ലെങ്കിൽ എന്തിനൊരു യൂണിഫോം ഇല്ലേ? ഇത് ഇസ്ലാമിന്റെ യൂണിഫോമാണ്. ആണാണെങ്കിൽ മുട്ടുപൊക്കലിന്റെ ഇടയിൽ മറക്കണം, പെണ്ണാണെങ്കിൽ പറ ശരീരമൊക്കെ മറക്കണം. അത് ഇസ്ലാമിന്റെ പറ യൂണിഫോമാണ്. ഓരോന്നിനും യൂണിഫോം ഇല്ലേ? ഇത് ഇസ്ലാമിന്റെ യൂണിഫോമാണ്. അതിന് ഇന്ത്യൻ ഭരണകൂടർക്ക് ഒരു എതിരുമില്ല, ഭരണഘടനക്ക് പ്രത്യേക വേഷമൊന്നുമില്ല. പക്ഷെ ഒരു സ്ഥാപനത്തിന് ഭരണഘടന ഉണ്ടാവും, അതിൻ്റെതായ നിയമം ഉണ്ടാവും. കാക്കിയിടൂല, കാക്കിയിടാത്തവൻ എന്ത് പറ്റൂല? കാക്കിയിടാത്തവൻ എന്ത് പറ്റൂല? ഓൻ വളയത്തുമ്പ 18 വട്ടം തിരിഞ്ഞിട്ടും കാര്യമല്ല, പോലീസാവൂല. മനസ്സിലായില്ല? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ഇത്ര പോന്ന വളയത്തിന്റെ ഉള്ളിൽ കൂടെ അങ്ങനെ ചാടാൻ കഴിയുന്ന ആളാണ് പന്. മനസ്സിലായോ? എന്തിനും കഴിയണ കഴിവുള്ളവനാനവന്. ഒറ്റച്ചാട്ടത്തിന് 18 വട്ടം പമ്പരം തിരിയാൻ കഴിയുന്ന കുരുക്കളാണോന്. പക്ഷെ എന്തെന്ന് ഇഷ്ടല്ല, കാക്കിടാൻ ഇഷ്ടല്ല, പോലീസാവൂല. പോലീസുകാർക്ക് എവിടെയെങ്കിലും കുടുങ്ങിയാൽ തന്നെ വാടകയ്ക്ക് വിളിക്കും, പോലീസാവൂല. നിങ്ങൾ ഇതിന്റെ കൂടെ ഉണ്ടോ? പോലീസിന് എന്തുണ്ട്? അതിന്റെ യൂണിഫോം ഉണ്ട്. യൂണിഫോം, പോലീസിന്റെ യൂണിഫോമിന്റെ അങ്ങനെയല്ല നിയമമുണ്ട് ലോകത്ത്. പക്ഷെ പോലീസ് ആണെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റിൽ എന്തുണ്ട്? ഒരു നിയമമുണ്ട് യൂണിഫോമിന്. അതാണ് ഇസ്ലാമിന്റെ യൂണിഫോം. കന്യാസ്ത്രീ ആകണമെങ്കിൽ നിയമമുണ്ട്. കന്യാസ്ത്രീ എവിടെ കടന്നുറങ്ങണ നിയമമുണ്ട്. ഒരു കന്യാസ്ത്രീ എവിടെ ഉറങ്ങണമെന്ന് നിയമമുണ്ട്. അച്ഛൻ മരിച്ചിട്ട് വന്നാൽ പോലും എന്ത് ചെയ്യാൻ പാടില്ല? വീട്ടിൽ കിടക്കാൻ പാടില്ല, തൊട്ടടുത്ത മഠത്തിൽ സറണ്ടർ ആവണം. നിന്റെ പേര് റഹ്മത്തുള്ള നായത് ഞങ്ങളെ പോലെ അല്ലാത്തോണ്ടല്ലേ. നിങ്ങൾക്ക് അന്തണ്ടെങ്കിൽ കേട്ടോ. അച്ഛൻ മരിച്ചിട്ട് മനസ്സിലായില്ലേ പറഞ്ഞത്? ബാംഗ്ലൂരിലെ മഠത്തിലേക്ക് ഇന്ന കന്യാസ്ത്രീ മഠത്തിലേക്ക് ടെലിഗ്രാം കൊടുത്തു. അച്ഛൻ മരിച്ചിട്ടുണ്ട്, ജേക്കബ് മരിച്ചു, യോഹന്നാൻ മരിച്ചു, ആയിക്കോട്ടെ. അതോടുകൂടെ അവരെന്ത് ചെയ്യും? പെണ്ണിനെ പറഞ്ഞേക്കും, കന്യാസ്ത്രീയെ പറഞ്ഞേക്കും. അച്ഛൻ്റെ ശവമടക്ക് നാളെ രാവിലെ 8 മണിക്കാണ് സങ്കല്പിക്കുക. രാത്രി ആരെത്തി? പെണ്ണെത്തിയാൽ പെണ്ണിന് ആ രാത്രി അവിടെ താമസിക്കാൻ പറ്റൂല. തൊട്ടടുത്ത മഠത്തിൽ സറണ്ടർ ആവണം. മഠത്തിന്റെ അധ്യക്ഷയുടെ അറിവോട് കൂടിയല്ല അവിടെ പാർത്താൽ പണിഷ്മെന്റാ. നിങ്ങൾ എന്റെ കൂടെ അല്ല, എന്റെ ഇതൊന്നും നിയമല്ലേ? എന്റെ നിങ്ങൾക്ക് ഇതൊക്കെ തപ്പിക്കൂടെ? ഇങ്ങനെയൊക്കെ നിയമമുണ്ട്, ഒക്കെ തപ്പിട്ട് വരരുത്. കപ്പല് നിങ്ങളോട് തന്നെയാണല്ലോ ഈ ഭാഷ പറഞ്ഞത്. അച്ഛൻ മരിച്ചു വന്നാൽ പോലും കന്യാസ്ത്രീ എവിടെ താമസിക്കണമെന്ന് ക്രിസ്തീയ സഭക്ക് നിയമണ്ടോ? ചിഹ്നം നോക്കി പേടിപ്പിക്കല്ലേ. ചിന്തിക്ക്. മക്കത്തെ മുസ്ലിമീങ്ങളുടെ മാതിരിയാണ് മൂത്തേടത്ത് ക്രിസ്ത്യാനികൾ. അത്രയും ക്രിസ്ത്യാനികളുള്ള നാടൂലാണ് ഞാൻ താമസിക്കുന്നത്. എനിക്ക് ആ നിയമം മൊത്തം അറിയാം. അച്ഛൻ മരിച്ചിട്ട് വന്നാൽ പോലും തൊട്ടടുത്ത മഠത്തിൽ സറണ്ടർ ആകണം. ആര്? കന്യാസ്ത്രീ. ആ വീട്ടിൽ കിടക്കാൻ പറ്റൂല. എന്തുകൊണ്ട്? ആ പെണ്ണിന്റെ പരിശുദ്ധതയെ കുറിച്ച് മനസ്സിലായോ? കൃത്യമായ വിവരം ആർക്ക് കിട്ടണം? സഭ പറ, ആർക്ക് കിട്ടണം? പരിശുദ്ധത ഉണ്ടോ ഇല്ലേ എന്നത് വേറെ വിഷയം. നിയമം എങ്ങനെയാണ്? എന്നാ ഇതിനാരും എന്താ കൊടി പിടിക്കാത്ത? ഇതിനൊന്നത്തെ കൊടിയില്ലാത്ത? അച്ഛൻ മരിച്ചു കിടക്കുന്നിടത്ത് പോലും പെണ്ണിനെ താമസിക്കാൻ അനുവദിച്ചില്ല. എന്താന്ന് ഇതിനാരും കൊടി പിടിക്കാത്ത? ഓരോ സഭക്കും അതിൻ്റെതായ നിബന്ധനകൾ ഇല്ലെങ്കിൽ അത് മുന്നോട്ട് പോകാൻ അവർക്ക് പറ്റൂല. മുന്നോട്ട് പോകാൻ കഴിയില്ല. ആ നിയമങ്ങളുണ്ടതിന്. ഞാൻ ആ കൂട്ടരെ വിമർശിക്കല്ല. അതവര് നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ എന്തുണ്ട്? ആ ഭയങ്കര ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടാവും. പ്രത്യേകിച്ച് പെണ്ണാവ. പ്രത്യേകിച്ചും ഈ ലോകത്തെ ഏറ്റവും വലിയ പ്രയാസം എന്താ? പെണ്ണുങ്ങളെ പാർപ്പിക്കുക എന്നുള്ളതാ.
ലോകത്തെ ഏറ്റവും വലിയ പ്രയാസമാണ്, ഭയങ്കര റിസ്കാ, ഒരുപാട് ഉത്തരവാദിത്താ. അപ്പൊ അത് നടത്തിക്കൊണ്ടുപോകുന്നുണ്ടല്ലോ. ചിലപ്പോഴൊക്കെ അപശബ്ദങ്ങൾ കേട്ടാൽ പോലും അതെല്ലാം ഒരു സമൂഹം നടത്തിക്കൊണ്ടു പോകുന്നില്ലേ? അപ്പൊ അതിനത് അവർക്ക് നിയമങ്ങൾ ഉണ്ടാവും. നിങ്ങൾ എൻ്റെ അടുത്തിരിക്കുന്നത് പോലെ ജീവിക്കുകയാണെങ്കിൽ മലക്കുകൾ വന്ന് നിങ്ങൾക്ക് കൈത്തരും. ഫിത്തുറുഖി, വഴിയിലും വൽ അസ്വാഖി, ചന്തകളിലും മലക്കുകൾ വന്ന് കൈവരും. എൻ്റെ അടുത്തിരിക്കും പോലെ നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ. എന്താ ഹദീസ്? ലൗ ദുംതും, നിങ്ങൾ നിലനിൽക്കുകയാണെങ്കിൽ, അലാമാ കുന്തും ഇൻദി, എൻ്റെ അടുക്കലുള്ളത് പോലെ നിങ്ങൾ നിലനിന്ന് ജീവിച്ചാൽ, അതായത് എൻ്റെ മജ്‌ലിസിൽ ഇരിക്കുമ്പോൾ എത്ര അദബും ചിട്ടയും നിങ്ങൾക്കുണ്ടോ അപ്രകാരം നിങ്ങൾ മുന്നോട്ട് പോയാൽ ലസ്വാഫഹത്തുകുമുൽ മലായിക, മലക്കുകൾ നിങ്ങളെ മുസാഫഹത്ത് ചെയ്യും. ഫിത്തുറുഖി, വഴികളിലും വൽ അസ്വാഖി, ചന്തകളിലും. നമ്മൾ വഴിയിൽ കൂടി പോകുമ്പോൾ ജിബ്രീൽ കൈയ്യരും. എങ്ങനെ നടന്നാൽ? നബിയുടെ മുന്നിൽ, അതായത് അതാണ് മുഹമ്മദ് മുസ്തഫ. എങ്ങനെ ജിബ്രീൽ കൈയ്യരുന്ന് നബിക്കറിയാം. അങ്ങനെ കൈ കൊടുത്തവരുണ്ട് ഈ ലോകത്ത്. സയ്യിദ്നാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുസാഫഹത്ത് ചെയ്ത ആളുകൾ ഈ ലോകത്ത് പിന്നീണ്ടായിട്ടുണ്ട്. ഖിയാമത്ത് നാൾ വരെ ഉണ്ടാവും. എന്തുകൊണ്ട്? ലൗ ദുംതും അലാ മാ കുൻതും ഇൻദി, നിങ്ങൾ എൻ്റെ അടുത്തിരിക്കുന്നത് പോലെ മുന്നോട്ട് പോയാൽ ലസ്വാഫഹത്തുകുമുൽ മലായിക, മലക്കുകൾ നിങ്ങളെ മുസാഫഹത്ത് ചെയ്യും, ഷെയ്ഖാൻ ചെയ്യും, കൈതരും. ഫിത്തുറുഖി, പറ, പെണ്ണാണെങ്കിലും ആണാണെങ്കിലും, എന്നെ കണ്ടപ്പോൾ നിനക്കുള്ള ചിട്ട നീ നിലനിർത്തിയാൽ, പെണ്ണേ ആണ്, ലസാഫഹത്തുക്കും, നിങ്ങളെ മുസാഫഹത്ത് ചെയ്യും. അൽ മലായിക, മലക്കുകൾ. ഫിത്തുറുഖി, വഴികളിലും വൽ അസ്വാഖി, ചന്തകളിലും. അതായത് റോട്ടുമ്മ പോകുമ്പോ വരെ കയ്യരാൻ വേണ്ടി ആര് വരും? മലക്കുകൾ വരും. നിങ്ങൾ ഞാൻ കാണിച്ചെന്ന് പോലെ പോയാല്. അപ്പൊ എല്ലാം അറിയുന്ന ആളാണ് ഇയാള്. ആ ആളെ പിൻപറ്റണം. നമ്മൾക്ക് തോന്നിയത് ചെയ്യരുത്. നമ്മൾക്ക് തോന്നിയത് ചെയ്യാൻ പാടില്ല. നമ്മൾക്ക് തോന്നിയത് ചെയ്യാൻ പാടില്ല. ഓരോന്നിനും അതിന്റെ കണക്കുണ്ട്. അങ്ങനെ തന്നെയാണ്. ഓരോന്നിനും കണക്കുണ്ട്. അതുപോലെ നമ്മളത് ചെയ്യണം. ഓരോന്നിനും. ചില മരുന്ന് കുടിക്കുമ്പോൾ എന്ത് പറയും? ഡോക്ടർ പറയും, എന്ത് മരപ്പുളി കഴിക്കുന്നവർക്ക് എൻ്റെ മരുന്ന് ഫലിക്കുകയില്ല. മരപ്പുളി ഹറാമാണോ? ആ മരുന്നിന് ഹറാമാണ്. ആ മരുന്നിന് ഹറാമാണ്. മരപ്പുളി കഴിച്ചിട്ട് ആ മരുന്ന് കുടിച്ചാൽ വയറ്റ് നോക്കി വളർന്നു, അല്ലാതെ ഒരു കാര്യമല്ല. മരുന്നാണ് പോകും. ഈ മരുന്ന് കുടിക്കുന്നവർ കാപ്പി കുടിക്കരുത്. കിഡ്നി പോയവര് 1.5 ഗ്ലാസ്സിലേറെ ദിവസം വെള്ളം കുടിക്കരുത്. ഇന്ത്യൻ ഭരണഘടനയിലുണ്ടോ ഇത്ര വെള്ളം കുടിക്കാൻ പാടുള്ളൂ? നിങ്ങൾ മുഹമ്മദ് നബിന്റെ നിയമം പറയുന്നത് കിഡ്നി പോയതിന്റെ നിയമം ഉണ്ടല്ലോ ആശുപത്രിയില്. അതെന്താ പറയട്ടെ? എന്റെ ഊമാളെ എങ്ങനെയാണല്ലോ ഞാൻ അത് പറഞ്ഞിരുന്നത്. കിഡ്നി പോയവന്റെ കിഡ്നി പോയവൻ ദിവസം 1.5 ഗ്ലാസ് വെള്ളത്തിലേറെ കുടിക്കരുത് എന്ന് കിഡ്നി ആശുപത്രിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ സിന്ദാബാദ് സിന്ദാബാദ്, ഈ ഇൻക്ലാബ് സിന്ദാബാദ്. ഞങ്ങളിലൊന്നിനെ തൊട്ട് കളിച്ചാൽ ഞങ്ങൾ സർവരാജ്യ തൊഴിലാളികളെ ഇങ്ങനെ പറഞ്ഞൂടെ? ഞങ്ങൾ വെള്ളം കുടിക്കണം, ഞങ്ങൾ തീരുമാനിക്കും. എന്നാ ചാകണത് അള്ളാഹ് തീരുമാനിക്കും. മനസ്സിലായോ പറഞ്ഞത്? മുഹമ്മദ് നബി പറഞ്ഞാൽ അതിൽ തന്നെ ഉള്ളും പറയുന്ന അറിയുന്ന ആളാണ് ആര്? ആ വൈദ്യർക്കറിയാ. എന്റെ മരുന്ന് കുടിക്കുമ്പോ കിഡ്നി പോയവൻ 1.5 ഗ്ലാസ്സിലേറെ വെള്ളം പോയ ബ്ലാഡർ പൊട്ടി ചത്തണ് പോകും. ആർക്കറിയും? ഈ വൈദ്യർക്കറിയും. വെള്ളം ഏറെ കുടിക്കരുതെന്ന് പറഞ്ഞ് റഹ്മത്താണടെ വിട്ടി. അതാ മനുഷ്യൻ ഈ രോഗിയോടുള്ള
പറ റഹ്മത്തോണ്ട അങ്ങനെ പറഞ്ഞേ. അപ്പൊ മുഹമ്മദ് മുസ്തഫ ഉള്ളും പൊറയുന്ന ആളിനാള്, പുറം പൊരുളും അകംപൊരുളും അറിയുന്ന ആളാണ് ആര്? അള്ളാഹു അറിയിച്ചു കൊടുത്ത ഗേറ്റ് കീപ്പറാണ് ആര്? മുഹമ്മദ് മുസ്തഫ. ഇന്നതിനെ ചെയ്യരുത്, അത് കിഡ്നി രോഗി 1.5 ഗ്ലാസ്സിലേറെ വെള്ളം കുടിക്കരുത് എന്ന് പറയും പോലെയാണ്. എന്നിട്ട് അപ്പ പറയാ, ഒരുത്തൻ പറയാ എന്ത് ഇന്ത്യൻ ഭരണഘടന പൗരസ്വാതന്ത്ര്യം അനുവദിച്ചിട്ടില്ലേ? എന്ത് ഭയത്താനുള്ളത്? ഇപ്പൊ ഇസ്ലാമിനെ കുതിര കയറുന്നവർക്കൊക്കെ പറയാനുള്ളത് എന്താ? ഇന്ത്യൻ ഭരണഘടന പൗരസ്വാതന്ത്ര്യം. എന്താടോ ഈ പൗരസ്വാതന്ത്ര്യം കിഡ്നി ആശുപത്രി ഇല്ലാത്ത? കിഡ്നി ആശുപത്രി പറഞ്ഞൂടെ? എന്താണ് മനുഷ്യന്മാരെ പറയ്? കിഡ്നി ആശുപത്രി പോയി പറയടോ. മിംസ് ഹോസ്പിറ്റലിൽ പോയി പറയടോ, ബേബി പോയി പറയടോ, മെഡിക്കൽ കോളേജിൽ പോയി പറയടോ. പൗരസ്വാതന്ത്ര്യത്തെ ഹനിക്കാണ് ഡോക്ടർ. അതാ ഡോക്ടർക്ക് അറിവുണ്ട്. എന്ത് ഈ വെള്ളം ചെന്നാൽ ചാവും. അള്ളാഹുവിന്റെ പരിശുദ്ധമായ സാന്നിധ്യത്തിലേക്ക് നിന്നെ സർവേശ്വരൻ സ്വീകരിക്കണമെങ്കിൽ അതിന് ചില നിബന്ധനകൾ ഉണ്ട്. ആ നിബന്ധന അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അള്ളാഹ് അറിയിച്ചു കൊടുത്ത ഗേറ്റ് കീപ്പറാണ് ആര്? മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ആളാണ് ഈ പറയുന്നത്. അത് പൗരസ്വാതന്ത്ര്യം ഹനിക്കലല്ല, നിങ്ങളോടും എന്നോടുള്ള കരുണയാണ്. കുറച്ച് ആളിറങ്ങിയിരിക്കപ്പോ മുഹമ്മദ് നബിയുടെ ശരിയാത്ത് മാറ്റണം. ശരിയാത്ത് പോലെ തന്നെ അല്ലടോ കിഡ്നി രോഗത്തിന്റെ ശരിയാത്തല്ലേ അത്? ശരിയാത്ത് മാത്രമല്ല, ഇത് മാറ്റിക്കൂടെ? കിഡ്നി പേഷ്യന്റിന്റെ ശരിയാത്താണ് എന്ത്? ഞങ്ങളെ ശരിയാത്ത് മാത്രമല്ലടോ, ഇവിടെ കുറെ ശരിയാത്ത് മാറ്റേണ്ടതുണ്ട്. കിഡ്നി രോഗിയുടെ ശരിയാത്താണ് എന്ത്? 1.5 ഗ്ലാസ്സിലേറെ വെള്ളം കുടിക്കാൻ പാടില്ല. എന്നാന്തേ? അതാദ്യം മാറ്റുക. ഇഷ്ടം പോലെ വെള്ളം കുടിക്കാവുന്നതാണ്. എന്നാലേ നമുക്ക് തേജത്തിന് അങ്ങനെ നടക്കാം. കണ്ണൂക്കിന് ഓനടിയാവും. ആരാണ് ഈ മുഹമ്മദ് നബി എന്ന് മനസ്സിലാക്കണം. അള്ളാഹുവിലേക്ക് എന്താ അങ്ങനെ പറയാൻ കാരണം? അത് അങ്ങനത്തെ ആളാണ്. 1400 കൊല്ലത്തിനുള്ളിൽ ലോകം പറയട്ടെ ഇങ്ങനെ വേറൊരാൾ ഉണ്ടായോ? അതാണ് മുഹമ്മദ് നബി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ഗേറ്റ് കീപ്പർ തന്നെയാണ്. 1400 കൊല്ലത്തിനുള്ളിൽ വേറെ ആരാണ്ടായി ഇങ്ങനെ? അപ്പൊ ആ ആള് പറഞ്ഞ് സ്വീകരിക്കണം. പുറത്തും അകത്തും അറിയുന്ന ആളാണ് മുഹമ്മദ്. സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് തന്നെ. അപ്പൊ എതിര് പറയാൻ പാടില്ല. എന്തുകൊണ്ട് അറിയും? പറഞ്ഞില്ലേ, എനിക്കറിയുന്നത് നിങ്ങൾക്കറിയാണെങ്കിൽ ലബകൈതും ലളഹിഖ്തും ഖലീലൻ വലബകൈതും കസീറാ ലൗ അന്നകും തതഅല്ലമൂൻ. നിങ്ങളെങ്ങാനും അറിയാണെങ്കിൽ, എനിക്ക് എൻ്റെ റബ്ബ് അറിയിച്ചു തന്നത് നിങ്ങളെങ്ങാനും അറിയാണെങ്കിൽ ലളഹിഖ്തും ഖലീലൻ, നിങ്ങൾ കുറച്ചേ ചിരിക്കൂ, വലബകൈതും കസീറ, നിങ്ങൾ ധാരാളമായി കരഞ്ഞു. എനിക്ക് എൻ്റെ റബ്ബ് അറിയിച്ചു തന്നത് നിങ്ങളെങ്ങാനും അറിയുകയാണെങ്കിൽ നിങ്ങൾക്ക് ചിരിക്കാൻ കഴിയില്ല, നിങ്ങൾ കൂടുതൽ കരയാണ് ചെയ്യുക. ഖലീലൻ, നിങ്ങൾ വളരെ കുറഞ്ഞേ ചിരിക്കൂ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതെന്താണ്? അതിന് അറിവല്ലേ? അതിൻ്റെ അർത്ഥം കരയണമെന്നൊന്നുമല്ല. ചില കാര്യങ്ങളുടെ പൊരുൾ അറിഞ്ഞാൽ നമുക്ക് ചിരിക്കാൻ തോന്നൂലല്ലോ. ചില കാര്യങ്ങളുടെ പൊരുൾ അറിഞ്ഞാൽ ചിരിക്കാൻ തോന്നുമോ? എങ്ങനെ ചിരിക്കാൻ തോന്നുക? അതെങ്ങനെയാണ് ചിരിക്കല്? ഭാര്യയും നിങ്ങളും കൂടെ ആശുപത്രിയിൽ പോയി പരിശോധിച്ച് കഴിഞ്ഞ് നിങ്ങളെ പുറത്തേക്ക് വിളിച്ച് ഡോക്ടർ പറഞ്ഞ് 48 നാഴിക അങ്ങോട്ട് കിടക്കൂല വില്ലേജ് ഓഫീസറെ, കഴിഞ്ഞ സമയം കഴിഞ്ഞിട്ടുണ്ട്. അള്ളാഹു കാക്കട്ടെ. അള്ളാഹു നമുക്കും ഭാര്യമാർക്കൊക്കെ ദീർഘായുസ് ആഫിയത്തൊക്കെ തരട്ടെ. ഈ ഡോക്ടർ എന്ത് പറഞ്ഞ് പുറത്തേക്ക് വിളിച്ചാണ് പറഞ്ഞ്? എന്ത്? ആമിനക്കുട്ടിയുടെ ഭർത്താവല്ലേ? ആണ്. പിന്നെ ശ്രദ്ധിച്ചോളൂ, പുറത്ത് പോകണ്ട, മക്കളെയൊക്കെ വിളിച്ചോ, 48 നാഴികന്റെ അപ്പുറത്തേക്ക് കിടക്കൂലാറും. തിരിച്ച് അതേ മോട്ടോർ സൈക്കിളിൽ നിങ്ങൾ രണ്ടാളും പോരുമ്പോൾ ബൂഫിയന്റെ മുന്നിലൂടെ നേരെ എൻ്റെ കൂൾ ബാറിന്റെ മുന്നിലൂടെ പോരുമ്പോൾ, അല്ലെങ്കിൽ ബേക്കറിയുടെ മുന്നിലൂടെ പോരുമ്പോൾ, ഹോട്ട് ആൻഡ് കൂള്
തണുപ്പുള്ളതും ചൂടുള്ളതും ഒക്കെ വിൽക്കണ സ്ഥലമുണ്ട്. അപ്പോൾ ഓളെയൊക്കെ ഒരു കുഴപ്പമില്ല, ഓള് നിങ്ങളെ പുറത്ത് തട്ടി ചോദിക്കും നമുക്കൊരു ഷവർമ എന്നിട്ട് പോവല്ലേ. അപ്പൊ നിങ്ങൾ വേഗം വണ്ടി നിർത്തും. മനസ്സിലായില്ല? നിങ്ങളാള് കഞ്ചൂസാണ്, പറഞ്ഞാൽ വാങ്ങിക്കൊടുക്കൂല. പക്ഷെ അന്ന് നിങ്ങൾ വേഗം വണ്ടി നിർത്തും. നിങ്ങൾക്ക് ഓൾക്ക് തന്നെ അത്ഭുതം, എൻ്റെ ഇയാൾ പെട്ടെന്ന് വണ്ടി നിർത്തിയത്. നിങ്ങൾക്ക് ഓക്കറിയ, മനസ്സിലായില്ല? നിങ്ങൾക്കറിയാം എന്ത് ഇത് ലാസ്റ്റ് ഷവർമയാണ്. അവസാനം 100 റുപ്യെങ്കിലും നല്ല ഇടയ്ക്ക് ചെലവാക്കട്ടെ എന്ന് നിങ്ങൾ വിചാരിക്കും. ഷവർമ തിന്നതിൻ്റെ ഇടയിൽ അവള് എന്ത് ചെയ്യും? തമാശ പറയും. നിങ്ങൾ കോളേജ് കാലത്ത് പ്രേമിച്ച് കെട്ടിയതാണെന്ന് സങ്കല്പിക്ക്. ഒരു ഡെസ്കിന്റെ അപ്പുറത്തിപ്പുറത്ത് ഇരുന്നിട്ട് അങ്ങോട്ട് ഇരുന്ന് തോണ്ടി മറ്റെങ്ങോട്ട് ഇരുന്ന് തോണ്ടി. ഈ തോണ്ടൽ വന്നാണ് നിങ്ങളെ കല്യാണം ഉണ്ടായെന്ന് സങ്കല്പിക്ക്. ഈ കൂൾ ബാറിൽ ഇരുന്നിട്ട് പഴയ ഈ 35 കൊല്ലം മുമ്പുള്ള ഈ തോണ്ടൽ ഓർത്തിട്ട് അന്ന് ഒന്നും കൂടി ഓളെ തോണ്ടിയാലും മൂപ്പര് ചിരിക്കൂല. എന്തുകൊണ്ട്? പൊട്ടന്മാരെ, നിങ്ങളോടാണല്ലോ ഞാൻ അത് പറയേണ്ടി വന്നത്. മനസ്സിലായോ നിങ്ങൾക്ക്? എന്താണൊക്കെ വയസ്സൊക്കെ തലയിലൊക്കെ തൊപ്പിട്ട് തലയിൽ കെട്ടിയിരിക്കുന്ന പൂജന്മാരെ, മനസ്സിലായില്ല? ഇതൊക്കെ മനസ്സ് സഹജല്ലേ? മനസ്സിലായില്ല? അവിടെ പെൺകുട്ടികളെ ഡെസ്ക്, ഇവിടെ ആൺകുട്ടികളത്. അതിൻ്റെ ഇടയ്ക്ക് കാലൊന്ന് അങ്ങോട്ടിട്ട് അപ്പൊ കാലൊന്ന് അങ്ങോട്ടിട്ട് ടീച്ചറും മാഷും നോക്കാത്ത നേരത്തെ ഒന്ന് അങ്ങോട്ട് തോണ്ടി ഇങ്ങോട്ട് തോണ്ടി. ഇതിന്നാണ് പിന്നെ കല്യാണം ഉണ്ടായത്. പിന്നെ കൂൾ ബാറിൽ ഇരിക്കണ നേരത്തെ ഒരു വട്ടമേശന്റെ അപ്പുറത്ത് ഇരുന്നിട്ട് എന്ത് ചെയ്താണ്? അസീർ മുഷക്കൽ പറഞ്ഞിരിക്കുകയാണ്. മനസ്സിലായില്ല? അസീർ മുഷക്കലും പറഞ്ഞിട്ട് ഇരിക്കുക, അപ്പുറത്തും ഷവർമയും പറഞ്ഞ്. അപ്പൊ ഇവക്ക് ഓർമ്മ വന്ന് എന്ത് പണ്ട് നമ്മൾ എന്ത് ചെയ്തിരുന്നു? ടീച്ചറില്ലാത്ത നേരത്തെ കാലുകൊണ്ട് തോണ്ടിയിട്ടാണല്ലോ കല്യാണം ഉണ്ടായത്. അപ്പൊ ഒന്നും കൂടി ഓള് കാല് മുന്നേക്കിട്ട് തോണ്ടി പെരിഞ്ചെറി ഇറിച്ച്. നിങ്ങൾക്ക് ചെരി വരൂല. എന്തുകൊണ്ട്? നിങ്ങളപ്പക്കാരി എന്തുകൊണ്ട്? നിങ്ങൾക്ക് ലൗഹിൽ മഹ്ഫൂദിലെ വിവരമുണ്ട്. എന്ത് 48 മണിക്കൂറിനുള്ളിൽ ഈ ചെറി മായാൻ പോവുകയാണ്. ഇതാണ് മുഹമ്മദ് മുസ്തഫ. മനസ്സിലായോ പറഞ്ഞത്? എനിക്കറിയണത് എങ്ങാനും നിങ്ങൾക്ക് അറിയാണെങ്കിൽ നിങ്ങൾ ചിരിക്കൂല. നമുക്കത് അറിയാഞ്ഞോ നന്നായി. മനസ്സിലായില്ല? ചിരിക്കാലോ. മനസ്സിലായോ പറഞ്ഞത്? എന്നാ എന്റെ അമ്മക്ക് അറിയിച്ചു തരാഞ്ഞു. അതാ അമ്മക്ക് നമ്മളോടുള്ള ഒരു കരുണ. കുറച്ചാലാണ് പോയിക്കോട്ടെ. അള്ളാഹു അള്ളാന്റെ അടിമക്കൊരു കരുണ കൊടുക്കും. പിന്നെ രക്ഷപ്പെടുത്തും ചെയ്യാലോ അള്ളാഹു തആലാക്ക്. അള്ളാഹു നമ്മളെയൊക്കെ രക്ഷപ്പെടുത്തി തരട്ടെ. അപ്പൊ ഇതിനെ വിമർശിക്കരുത് മനുഷ്യന്മാരെ. മുസ്ലിങ്ങളിൽ തന്നെ ചില ആളുകൾ ഇതിലൊക്കെ പെട്ടുപോയി. എന്താ ശരീഅത്തിന് ഇത്ര വലിയ ഒരു കട്ടി? അത് ഓരോന്നിനൊരു നിയമമാണ്. എല്ലാത്തിനും നിയമമുണ്ട്. ഇവിടെ ആണെങ്കിൽ ഇങ്ങനെയല്ലേ? കുട്ടികളെ കൊണ്ടേക്കോളും ഉസ്താദെ. ഞാനും ഉണ്ട്. ഇപ്പൊ അതാണ് എന്താ ഇതന്നെ. ഞാനും കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. പേരൻസ് മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യണം. കാസിമി ആയാലും വേണ്ടില്ല, ഡബിൾ കാസിമി ആയാലും വേണ്ടില്ല. മനസ്സിലായില്ല? പേരൻസ് മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ കുട്ടികളെ വിട്ടും. എനിക്ക് മദ്രാസിൽ വയറുതാന്ന് പറഞ്ഞിട്ട് കാര്യമല്ല. ഇല്ലെങ്കിൽ പ്രിൻസിപ്പാളെ മുന്നിൽ വളഞ്ഞു കുത്തി നിൽക്കണം. പ്രിൻസിപ്പാളെ മുന്നിൽ വളഞ്ഞു കുത്തണമെങ്കിൽ സ്വാഭാവികമായും തിരക്കോലുണ്ടാക്കും. നമ്മൾ കാസിമി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഉടനെ വിളിക്കൂല. അത് പണിഷ്മെന്റ് ആണ്. നമ്മൾ 10 മണിക്ക് പോയാൽ 12 മണിക്ക് അയാൾ മീറ്റിങ്ങിന് അനുവദിക്കുള്ളൂ. 2 മണിക്കൂർ പുറത്തിരുന്നോട്ടെ. എന്നാലും പാരന്റ്സ് മീറ്റിൽ വന്നപ്പോൾ വരാൻ കഴിയാത്തോണ്ടല്ലേ. ഏത് കാസിമിയും അവിടെ ഇരിക്കണം. മനസ്സിലാണ്ട് പറഞ്ഞത്? ചൊവ്വല്ലായ കാണാൻ പോയി ഇന്ദിരാഗാന്ധി മുന്നിലെ ബെഞ്ചിലിരുന്ന് മടുത്തിട്ട് ചാന്തി ചൂടായിട്ട് മടങ്ങിന് പോന്ന്. ഇന്ദിരാഗാന്ധി ചൊവ്വല്ലായ കാണെങ്കിൽ നിയമമുണ്ട് ചൈനയില്. മണിക്കൂർ 2 ഇരുന്ന് ഇന്ദിരാഗാന്ധിന്റെ ചന്തിക്ക് ചൂടായി തിരിച്ചു വന്ന് കാണിച്ചു കൊടുത്തില്ല ചൈനീസ് പ്രസിഡന്റിനെ. പഠിക്കടോ ചരിത്രം. ചന്തി ചൂടായിട്ട് മടങ്ങി പോന്ന് ആര്? ഇന്ദിരാഗാന്ധിയുടെ. പഠിക്കട ഇന്ത്യൻ ചരിത്രം. മനസ്സിലായി പറഞ്ഞത്? ചൊവ്വല്ലായിനെ കാണാൻ പോയി ആര്? പരിവാര സമേത ഇന്ദിരാഗാന്ധി മുന്നിലെ ഓഫീസിന്റെ മുന്നിലുള്ള ലോബിയിൽ ഇരുന്ന് ചന്തി ചൂടായിട്ട് തിരിച്ചിട്ട് പോന്ന്. കണ്ടില്ല. റൂമിന്റെ ഉള്ളിൽ ആരുണ്ട്? ചൊവ്വല്ലായുണ്ട്. കണ്ടില്ല. മടങ്ങണ വന്ന്. ചരിത്രല്ലേ എന്റെ? അതിനായി അത് പണിഷ്മെന്റ് ആണ്. ഇന്നലെ അത്ര ഇരുത്തണം. അത് ചില കാരണങ്ങളുണ്ട്. അതിന് അതിൻ്റെ കാരണങ്ങളുണ്ട്.
പഠിക്ക്, ചരിത്രം പഠിച്ചു നോക്ക്. ഇതൊക്കെ നിയമങ്ങളാണ്, ഓരോന്നും നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ പാലിച്ചാൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഇല്ലെങ്കിൽ നമ്മക്ക് വർത്താനം പറയാം, വെറും വാക്ക് പറയാൻ, അതിനൊന്നും യാതൊരു മാനയില്ല. അള്ളാഹുമായി എന്നെ ലിങ്ക് ചെയ്തു തരും ആര്? മുഹമ്മദ് മുസ്തഫ. കള്ളുടിക്കാൻ പാടില്ല, വ്യഭിചരിക്കാൻ പാടില്ല, പെണ്ണുങ്ങളെ ഔറത്ത് കാണിക്കാൻ പാടില്ല. ഒക്കെ ചെയ്താലോ ലിങ്കിങ് ഉണ്ടാവില്ല, നീതി നടക്കാൻ നടക്കൂല, അള്ളാഹായിട്ട് ലിങ്ക് നടക്കൂല. അള്ളാന്റെ ഓഫീസുമായി അടിമയെ ലിങ്ക് ചെയ്തു തരുന്ന ആളാണ് ആര്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിന്റെ ആധാരത്തിനെ ലൗഹിൽ മഹ്ഫൂദിലെ ആധാരത്തിലേക്ക് ലിങ്ക് ചെയ്ത ആളാണ് ആര്? മുഹമ്മദ് മുസ്തഫ. അതിന് നിയമമുണ്ട്, നിയമങ്ങളുണ്ട്. ഇല്ലെങ്കിലോ നടക്കൂല. ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിലോ നീതി അടക്കാൻ പറ്റൂല. അതിനൊന്നും ആരും ഒന്നും മിണ്ടണമില്ല. അതിന്റെ കണക്ക് അങ്ങനെയാ എന്നതും അതാണ്. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി. നിങ്ങൾ അള്ളാന്റെ ഓഫീസിലേക്ക് ലിങ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എന്റെ പിന്നാലെ പോയി ഞാൻ ലിങ്ക് ചെയ്ത് തരാ. ഞാൻ നടക്കും പോലെ നടക്കുക, ഞാൻ കഴിച്ചതുപോലെ കഴിക്കുക, ഞാൻ ഇരുന്നത് പോലെ ഇരിക്കുക, ഞാൻ ജീവിച്ചതുപോലെ ജീവിക്കുക, ഞാൻ പറഞ്ഞതുപോലെ പറയാ. ഇല്ലേ, അള്ളാന്റെ ഓഫീസിൽ ലിങ്ക് ചെയ്യൽ നടക്കൂല. അള്ളാന്റെ ഓഫീസിൽ ലിങ്ക് ചെയ്യാതെ നീതി അടക്കാൻ കഴിയൂല. ഇവിടെ നീതി അടച്ചു പോയാലേ അവിടെ സ്വർഗത്തിന് 10 സെന്റ് നമുക്ക് കിട്ടുള്ളൂ. അവിടുത്തെ നീതി ഇവിടെ അടക്കണം, അവിടെ വേറെ നീതിയില്ല. മനസ്സിലായില്ല? സ്വർഗത്തിലെ 10 സെന്റിന്റെ നികുതി എവിടെ അടക്കണം? അത് ഇവിടെ അടക്കണം. ഏതാണ് നികുതി? ഇത്തിബാഉർ റസൂൽ. അതുണ്ടായാലോ ഈ മനുഷ്യൻ കൊണ്ടായിട്ട് യുഹിബ്ബുക്കുമുല്ലാഹ് ലിങ്കാക്കി. പിന്നെ പറഞ്ഞു അത്തിഖുല്ലാഹ വർ റസൂൽ, അല്ലാഹു റസൂലിനും വഴിപ്പെട്ടാളാ. അതെന്നെ ലിങ്ക് ചെയ്യാ. കഴിഞ്ഞ് കടലാസ് ക്ലിയറായി. നീ 10 സെന്റ് ഭൂമി വിൽക്ക. ഒരു കോളേജ് വന്ന് ആചാര്യ നാളെ രജിസ്റ്റർ ആക്കണം, മറ്റന്നാ എനിക്ക് ഗൾഫ് പോകണം, 10 സെന്റിന് എനിക്ക് നിങ്ങളെ 10 സെന്റ് ഭൂമി വേണ്ടിയിരുന്നു. തരാലോ. 10 വയസ്സല്ലാതെ കുടുങ്ങിയ നേരത്താണ് ഒരാൾ എന്ത് ചെയ്തത്? 10 സെന്റ് ഭൂമിക്ക് വന്ന് നാളെ നമുക്ക് രജിസ്റ്റർ ആക്കാം, ഒരു കുഴപ്പമില്ല, ആയിക്കോട്ടെ ആചാര്യ പറഞ്ഞു അത്രയും സെന്റിന് തരാ, എനിക്ക് സെന്റിന് 2 ലക്ഷം കിട്ടണം, ആയിക്കോട്ടെ ആചാര്യ തരാ, പക്ഷെ നാളെ രജിസ്റ്റർ ആക്കണം. നടക്കൂല. കാരണം ആധാർ ലിങ്ക് ചെയ്തില്ല, നടക്കൂല. ഞാൻ അതിന്റെ പ്രൊസീജിയറൊക്കെ തിരുവനന്തപുരത്ത് പോയി അതൊക്കെ കഴിഞ്ഞ് ക്ലിയറായി വന്നതിന് അപ്പോഴത്തേന് ഈ കച്ചവടം നടക്കൂല. പീടി കൊടുക്കാനുള്ള പൈസ കൊടുക്കാനും കഴിയൂല, അജ്ജിന് പോലും നടക്കൂല. മകളെ പൊന്ന് വാങ്ങി കൊടുത്ത് പൈസ കൊടുക്കൽ നടക്കൂല. ഇതിപ്പോ നടന്നിരുന്നു. എന്തുണ്ടെങ്കിൽ വഴി ക്ലിയറാക്കിയിട്ടിരുന്നെങ്കിൽ മുഹമ്മദ് മുസ്തഫ നിങ്ങളെ അള്ളാഹുവിലേക്ക് ലിങ്കാക്കി തരാ. യുഹിബ്ബുക്കുമുല്ലാഹ്. പക്ഷെ ഫത്തബിഊനി, നിങ്ങൾ എന്റെ പിന്നാലെ പോരണം. പിന്നെ വില്ലേജ് ഓഫീസ് പോകേണ്ട ആവശ്യമല്ല, ഇപ്പൊ അക്ഷയ പോയാൽ മതി. അല്ലേ പറയും പണ്ട്. ഇപ്പൊ നീതി അടക്കം വില്ലേജ് ഓഫീസ് പോണോ? വേണ്ട, ഇപ്പൊ എവിടെ പോയാൽ മതി, ആർക്കും അടക്കാ. പക്ഷെ എന്ത് വേണം പറ, എന്ത് വേണം? ആധാരം ലിങ്ക് ആകണം, അക്ഷയയിലടക്കാം, ആർക്കും അടക്കാം. എന്റെ ഭൂമിന്റെ നികുതി നിങ്ങൾക്ക് അടക്കാം, ഒരു പ്രശ്നമല്ല. പക്ഷെ എന്താവണം? ആധാരം ലിങ്ക് ആകണം. അതിന് മൂല്യരാണ്, കാസിമിയാണ്, ഞാൻ കാസിമിയാണ്. അതുകൊണ്ട് എനിക്ക് ആധാരം ലിങ്കാക്കൽ ആകാതെ പറ്റും. പക്ഷെ ഭൂമി പോവും. ലിങ്കാക്കാതിരിക്കാം, പക്ഷെ ഭൂമി പോവും. എനിക്കതൊന്നും അറിയില്ലായിരുന്നു. ബാപ്പ മരിച്ചതിന് ശേഷമാണ് ഞാൻ ഇത് മനസ്സിലാക്കിയത്. എനിക്ക് എന്താ ആധാരം എന്ന് അറിയില്ലായിരുന്നു, എങ്ങനെയാണ് വില്ലേജ് എന്ന് അറിയില്ല. എൻ്റെ ജീവിതത്തിൽ ആദ്യമായി വില്ലേജ് ഓഫീസ് പോയത് ബാപ്പ മരിച്ചിട്ടാണ്. ഒന്നും അറിയില്ലായിരുന്നു. ഇപ്പൊക്കെ മനസ്സിലായി. ഇതെത്ര ഒക്കെ നമ്മളോട് ഇവർക്കൊക്കെ അറിയും ചെയ്യാൻ ഞാറായമറ്റുള്ള കാസിമിയാണെന്നൊക്കെ അറിയാം. പക്ഷെ അതൊന്നും അവിടെ കണക്കില്ല. അവിടെ വില്ലേജ് ഓഫീസറെ മുന്നേ പോയി ക്ഷമയോടുകൂടെ ഇരിക്കണം. അവിടെ ഒരുപാട് നിയമമുണ്ട്. അതായി തന്നെ നിയമമാണ്. നിങ്ങൾക്ക് മുമ്പ് ആധാരം തന്നാൽ 25 ആളുണ്ടെങ്കിൽ നിങ്ങളെ കഴിഞ്ഞിട്ടേ വരാൻ പറ്റുള്ളൂ. അതൊക്കെ അതിൻ്റെ കണക്ക് അങ്ങനെ തന്നെയാണ്. പണിഷ്മെൻ്റ് ഉണ്ടെങ്കിൽ അതും പഴയ വേറെയും കൊടുക്കേണ്ടി വരും. ഇതന്നെ അത് കാസിമിയാണോ? അങ്ങനെ കണക്കൊന്നുമില്ല.
അത് അല്ലാഹു തആല നമുക്ക് തൗഫീഖ് തരട്ടെ. ഇതാണ് ഈ മുഹമ്മദ് മുസ്തഫ. അതാണ് എൻ്റെ അതിരുകളില്ലാത്ത അൽ ഹദറത്തുൽ ഖുദ്സിയ. അവിടേക്ക് എത്തിച്ചേരലാണ് നമ്മളെ ആഗ്രഹം. പക്ഷെ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളില്ലാതെ ഒന്നും നടക്കൂല, ഒരു കാര്യം നടക്കൂല, ഒന്നും നടക്കൂല. അതൊക്കെ ഞാൻ അവസാനിപ്പിച്ചു. ഈ ആയത്ത് ഉപസംഹരിക്കുകയാണ്. ഇത് പറഞ്ഞാലും തീരാത്ത ഒരു ആയത്താണ്. ഖുൽ അത്തിഉല്ലാഹ വറസൂൽ, അല്ലാഹുവും റസൂലിനും നിങ്ങൾ വഴിപ്പെടണം. അല്ലേ? അങ്ങനെ തന്നെയല്ലേ പറഞ്ഞത്? അല്ലേ? അങ്ങനെ തന്നെയല്ലേ? അവസാനിപ്പിക്കാം. ഖുൽ അത്തിഉല്ലാഹ വറസൂല ഫഇൻ തവല്ലു, പിന്തിരിഞ്ഞു പോയാൽ ഫഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ കാഫിരീൻ, നിഷേധികളെ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടാൻ കഴിയില്ല. ഇവിടെ യുഹിബ്ബുക്കുമുല്ലാഹ്, അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടുന്നാണ് ആദ്യത്തെ ആയത്ത് പറഞ്ഞത്. അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടണമെങ്കിൽ നിങ്ങൾ ആരെ പിന്നാലെ നടക്കണം? മുഹമ്മദ് മുസ്തഫ. ഇല്ലെങ്കിലോ അള്ളാഹ്ക്ക് നഷ്ടമല്ല. അള്ളാഹ്ക്ക് എന്നാ നഷ്ടമുള്ളത്? നിങ്ങൾ ലിങ്കാക്കിയില്ലെങ്കിൽ പിന്നെ നരേന്ദ്രമോദിക്ക് എന്താ? നിങ്ങളെ ഭൂമി പോയി. നിങ്ങൾ ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ ശ്രീമാൻ നരേന്ദ്രമോദിക്ക് എന്ത്? നിങ്ങളെ ഭൂമി പോവും. നടക്കൂല, അതൊന്നും നടക്കൂല. ഒരു നിയമം ഉണ്ട്, ആ നിയമത്തിന് വഴിപ്പെടെ തന്നെ വേണം. അതാരാണെങ്കിൽ നടക്കൂല, അതിലതൊന്നും നടക്കൂല. അതതിൻ്റെ കൃത്യമായി ചെയ്യന്നെ വേണം. അതങ്ങനെ ചെയ്യണം. അല്ലാഹു തആല നമ്മെ കാത്തി രക്ഷിക്കട്ടെ. ഫഖുൽ നബിയെ തങ്ങൾ പറയുക, അത്തിഉല്ലാഹ, നിങ്ങൾ അള്ളാഹ്ക്ക് വഴിപ്പടി, റസൂലിന് വഴിപ്പടി. അള്ളാഹു നിയമം ഉണ്ടാക്കിയവൻ, റസൂൽ ആ കാര്യങ്ങൾ ഉള്ളറിഞ്ഞ് അതിലേക്ക് നമ്മളെ ക്ഷണിക്കുകയും നമുക്ക് മാർഗം കാണിച്ചു തരുകയും ചെയ്ത ആള്. നിയമം റസൂലിൻ്റെ അല്ല. റസൂൽ ആരാണ്? അതിൻ്റെ വക്താവാണ്. മനസ്സിലായോ പറഞ്ഞത്? ഏതെങ്കിലും ഒരു സംഗതിക്ക്, ഒരു സംഘടനക്കുണ്ട ഒരു വക്താവ്, കോൺഗ്രസ് വക്താവ് വ്യക്തമാക്കി. അങ്ങനെ പറയലില്ലേ? പറയാ അയാൾ പറഞ്ഞതായിരിക്കും അവിടുത്തെ കാര്യങ്ങൾ. എന്തുകൊണ്ട്? ഉള്ളിൽ നടക്കുന്നതെല്ലാം അയാൾക്കറിയും. ഇപ്പൊ ഇന്ന കാര്യത്തിനെ ഇങ്ങനെ പിന്നെ കമന്റ് ചെയ്യാൻ പാടുള്ളൂ എന്ന് ആർക്കറിയും? വക്താവിനറിയും. കോൺഗ്രസ് വക്താവ് വ്യക്തമാക്കി. അള്ളാന്റെ വക്താവാണ് ആര്? മുഹമ്മദ് മുസ്തഫ. ആ മനുഷ്യൻ വ്യക്തമാക്കിയതാണ് അള്ളാന്റെ നിയമം. അത് അദ്ദേഹം, ആ മനുഷ്യൻ സ്വയം വ്യക്തമാക്കിയതല്ല, അള്ളാഹു കൊടുത്ത നിയമമാണ്. വമാ യൻതിഖു അനിൽ ഹവാ, സ്വന്തം അഭീഷ്ടപ്രകാരം ഒരു കാര്യം മുഹമ്മദ് നബി പറഞ്ഞിട്ടില്ല. ഇൻ ഹുവ ഇല്ലാ വഹ്യൻ യൂഹ, അള്ളാഹുവിന്റെ വഹി മാത്രമേ ഈ മനുഷ്യൻ സംസാരിച്ചിട്ടുള്ളൂ, മുഹമ്മദ് മുസ്തഫ. അപ്പൊ ആ വഴിക്കേ ഇവിടെ പോവുള്ളൂ. നിസ്കരിക്കാതെ എനിക്ക് ഔലിയാക നടക്കൂല, അത് നടക്കൂല. നിസ്കരിക്കാതെ നടക്കൂല. അതിനെ മരണത്തിന്റെ അവസാനത്തെ റക്അത്ത് വരെ ആര് നിസ്കരിച്ചിട്ടുണ്ട്? പറയ കുട്ടി, ആര് നിസ്കരിച്ചിട്ടുണ്ട്? ഇപ്പൊ കുറച്ചാളുകൾ ഔലിയാക നടക്കുന്നുണ്ട് നിസ്കരിക്കാതെ. വിദ്യ പമ്പര വിട്ടി. ഈ ലോകത്തെ അള്ളാന്റെ ഔലിയാക്കന്മാരെ, അമ്പിയാക്കന്മാരെ നേതാവാണ് ആര്? പാറകുട്ടി ആര്? മുഹമ്മദ് മുസ്തഫ. മരണം വരെ നിസ്കരിച്ചിട്ടില്ലേ? പിന്നെ നിസ്കരിക്കാതെ ജി എങ്ങനെ ഔലിയാണ്? നോമ്പോൽക്കാതെ ജി എങ്ങനെ ഔലിയാവുക? അങ്ങനെ പറഞ്ഞാൽ അതെങ്ങനെയാവുക? ആക്കലായ ഒരു മനുഷ്യനാണെങ്കിൽ, ആക്കലുള്ളവനാണെങ്കിൽ, ആക്കലില്ലാത്തവര്, സാധാരണ ആക്കൽ നീങ്ങിപ്പോയ ആളുകൾക്ക് നിയമം ബാധകമല്ല. അവരെ നമുക്ക് പിൻപറ്റാനോട് പറ്റൂല. ആക്കൽ നീങ്ങിപ്പോയത് പല കാരണം കൊണ്ട് നീങ്ങിപ്പോവും. അവർക്ക് അതിന് അവരുടേതായ ന്യായമുണ്ട്. പക്ഷെ അവരെ നമുക്ക് പിൻപറ്റാൻ പറ്റൂല. പിൻപറ്റേണ്ടത് മരണം വരെ ആക്കൽ നീങ്ങാത്ത ആളാണ് മുഹമ്മദ് മുസ്തഫ. മനസ്സിലായില്ലേ? മാസനത്ത് ഇമ്രാത്തു നബിയിൻ. രണ്ട് കാര്യം നബി പറഞ്ഞു. ഒരു നബിയുടെ ഭാര്യ വ്യഭിചരിച്ചിട്ടുമില്ല, ഒരു നബി ഭ്രാന്തനായിട്ടുമില്ല. ഒരു നബി ഭ്രാന്തനുമായിട്ടില്ല, ഒരു നബിയുടെ ഭാര്യയും വ്യഭിചരിച്ചിട്ടും ഇല്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതന്നെയാ നിയമം. അപ്പൊ എന്താ പറഞ്ഞത്? അതൊക്കെ തന്നെയാ നിയമം. എങ്ങനെ ജീവിക്കണം, എങ്ങനെ നടക്കണം, അതിനനുസരിച്ച് ജീവിച്ചാലോ അതിന്റെ ഗുണങ്ങളുണ്ടാവും. ഇപ്പൊ നമ്മളുടെ രോഗങ്ങൾ എന്താ? ശാരീരികവും മാനസികവുമായ നേട്ടങ്ങൾ ഉണ്ടാവും. ഇപ്പൊ രോഗങ്ങൾ, നല്ലൊരു ശതമാനം രോഗങ്ങൾ എന്താ? ഭക്ഷണ കാര്യത്തിൽ നബിയുടെ സുന്നത്തിന് ഇത്തിബാ ചെയ്യാത്തതുകൊണ്ടാണ്. ഭക്ഷണ കാര്യത്തിൽ നബിയുടെ സുന്നത്തിനെ ഇത്തിബാ ചെയ്താൽ രോഗമില്ല. ഏറ്റവും വലിയ അസ്സഹത്തു ഖൈറു മിനൽ ഗിന, സമ്പത്തിനേക്കാളും വലിയ കാര്യമാണ് എന്ത്? ആരോഗ്യം. ഒരാൾക്ക് ആരോഗ്യം പോയി, എന്താ കാരണം? പ്രധാനപ്പെട്ട കാരണം എന്താ? ഭക്ഷണ കാര്യത്തിൽ ആരെ പിൻപറ്റിയില്ല? ഇത്തിബാ റസൂലില്ല, മുഹമ്മദ് മുസ്തഫ പുണ്യ റസൂല്. റസൂലിനെ പിൻപറ്റിയില്ല. അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. ഇങ്ങനെയുള്ള ആലോചിക്ക്. ഇതുപോലെ നബിയെ തങ്ങൾ പറയുക, അത്തിഉല്ലാഹ, നിങ്ങൾ അള്ളാഹുവിന് വഴിപ്പെടുക, റസൂല, റസൂലിനും വഴിപ്പെടുക. എന്ത് പറഞ്ഞാലും സ്വീകരിച്ചിരിക്കണം. പിന്നെ
അടിമകൾ പിന്തിരിഞ്ഞു പോയാൽ, ജനങ്ങൾ പിന്തിരിഞ്ഞു പോയാൽ, താങ്കൾക്ക് വഴിപ്പെടാതെ പിന്തിരിഞ്ഞു പോയാൽ തീർച്ചയായും അല്ലാഹു തആല ലാ യുഹിബ്ബുൽ കാഫിരീൻ. എന്ത് പറഞ്ഞു കൊടുത്തിട്ടും നിഷേധിക്കാൻ ഒരുമ്പിട്ട് നടക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല. അവർക്ക് അള്ളാഹുമായി ബന്ധം ഉണ്ടാവില്ല. പിന്നെ അവർക്ക് അനുഭവിക്കേണ്ടത് അവരനുഭവിക്കും, അത്ര തന്നെ. ഇടയൻ പറയുന്നത് കേൾക്കാതെ ആട് സാധനം തിന്നാൽ ആട് എത്തും. ഒറ്റയിട്ട് പോകുന്ന ആടിനെ ചെന്നായ പിടിക്കും. ഇടയൻ ഉത്തരവാദിയല്ല, ഇടയൻ ഉത്തരവാദിയല്ല. ചെന്നായ പിടിക്കും, ചെന്നായന്റെ നഷ്ടം. ഇടയന്റെ കൂടെ നടന്നാലോ ഒരു ചെന്നായും വരില്ല. ചെന്നായെ പൂർണ്ണമായി ആര് നോക്കും? ആ ചെന്നായ വരുന്നതിനെ ശ്രദ്ധിച്ചിട്ട് ആടിന്റെ ജീവൻ ആര് സംരക്ഷിക്കും? ഇടയൻ സംരക്ഷിക്കും. ഒറ്റയിട്ട് വേറിട്ട് പോകുന്ന ആടിനെ മാത്രമേ വേറിട്ട് ഒറ്റയിട്ട് പോകുന്ന ആടുകളെ മാത്രമേ ചെന്നായ പിടിക്കൂ. ബാക്കി അടുത്ത ക്ലാസ് അടുത്ത ആയത്ത് നല്ല ഫ്രഷ് മൈൻഡിൽ അടുത്ത ആഴ്ച പറയും. ഞാൻ അവസാനിപ്പിക്കുകയാണ്, വേറൊന്നും പറയുന്നില്ല. ഇന്നല്ലാഹു ഇസ്തഫ അതല്ലേ അടുത്തായത്ത്, അല്ലേ അടുത്തായത്ത്? ഇൻഷാ അല്ലാഹ് ഇൻഷാ അല്ലാഹ് ഇൻഷാ അല്ലാഹ് ഇൻഷാ അല്ലാഹ് തഅസിൽ ഇലാഹ വ അൻത തുഹിറു ഹുബ്ബഹു. അള്ളാഹിന്റെ പ്രേമത്തെ വാദിക്കുക, എന്നിട്ട് അള്ളാഹ്ക്കെതിരെ ചെയ്യുക നടക്കൂല. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടത് ചെയ്യാൻ നമുക്ക് തൗഫീക്ക് തരട്ടെ. അള്ളാഹു നമ്മളെ സഹായിക്കും. പേടിക്കൊന്നും വേണ്ട, നേരായ വഴിക്ക് പോയാൽ മതി, ഒന്നും ഉണ്ടാവില്ല. കഴിഞ്ഞ ആഴ്ച രണ്ടാൾ എന്നോട് വന്നാണ് പറഞ്ഞു, സ്ഥലങ്ങൾ ഖബറിനെ പറ്റി വയറു പറഞ്ഞു തരീന്ന്. അപ്പം ഞാൻ പറഞ്ഞു, ഖബറിനെ പറ്റി പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നേരായ വഴിക്കാണെങ്കിൽ അള്ളാഹു റഹ്മാനും റഹീമുമാണ്. ഒരിക്കലും ഖബറിനെ നമ്മളെ തൊടാൻ കഴിയില്ല. പിന്നെ നമ്മൾ ഖബറിനെ മനസ്സിലായില്ല. 999 വണ്ടി കാണുമ്പോഴത്തേന് പേടി ആർക്കാണുള്ളത്? ഇക്കാമല്ലാത്തവനാണുള്ളത്. ഇക്കാമ ഒറിജിനൽ ഉള്ളവനാണെങ്കിൽ വണ്ടിനെ കൈയാടി നിർത്തിയിട്ട് സാറേ എൻ്റെ ഇക്കാമെന്ന് പരിശോധിക്കുന്ന അറിയും. ഗൾഫിൽ 2 സൈസ് ഇക്കാമുണ്ട്. ഒന്ന് ജിദ്ദേന്ന് മലയാളികൾ ഇക്കാമുണ്ടാക്കി കൊടുക്കും, അതിന് തലവെട്ടി ഇക്കാമെന്നാണ് പറയാം. അത് തൽക്കാലം ഇങ്ങനെ കാണിച്ചു കൊടുക്കാനേ പറ്റുള്ളൂ. പീടി കയറുമ്പോഴൊക്കെ ജോലിക്കാരൊക്കെ ഇക്കാമുണ്ടോ എന്ന് അറബി ചോദിച്ചാൽ ഉണ്ട് അറിയും. പോലീസുകാരെ കാണിച്ചു കൊടുക്കാൻ പറ്റില്ല, കാരണം എൻ്റെ ഒരു കമ്പ്യൂട്ടർ ഉണ്ടാവും, അടിച്ചു നോക്കിയാൽ കഴിഞ്ഞ്. നിങ്ങൾക്ക് പറഞ്ഞിട്ട് മനസ്സിലായോ? ജിദ്ദയിലൊരു ഇക്കാമയും പാസ്പോർട്ടും ഒക്കെ കിട്ടും. അതുകൊണ്ട് അവിടെ നിന്ന് പോരാൻ പറ്റൂല, അവിടെ നിൽക്കാനും കഴിയില്ല. തൽക്കാലം ഇങ്ങനെ ഒപ്പിച്ച് നടക്കാം. ഒറിജിനൽ ഇക്കാമ അല്ലാത്തവന് പോലീസുകാരെ കണ്ടാൽ പേടിയാവും. ഒറിജിനൽ ഇക്കാമ ഉള്ളവനോ ഇള്ളാൻ പോലീസുകാരൻ ബരാത്തിൽ ബേജാറാവും. 2 കൊല്ലം കഴിഞ്ഞിട്ട് വേദനയോടുകൂടെ പറഞ്ഞ ആളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു പരിശോധനയിലും ഞാൻ ഇക്കാലം വരെ പെട്ടില്ല ഉസ്താദ്, നമ്മളെ ഇക്കാമൊക്കെ കൊടുത്ത പൈസ വെറുതെ. മനസ്സിലായില്ല? ഒരു വട്ടെങ്കിലും ഒന്ന് പോലീസ് ചെക്ക് ചെയ്താലല്ലേ പൈസ മുതലാവുള്ളൂ. 6000 റിയാൽ കൊടുത്തിട്ടാ ഇക്കാമെടുത്ത്. 2 കൊല്ലം കഴിഞ്ഞിട്ട് എന്തായില്ല? ഇത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഈ 6000 കൊടുക്കാതിരിക്കായിരുന്നു. മനസ്സിലായില്ലേ പറഞ്ഞത്? ഒറിജിനൽ ഇക്കാമുള്ളവനെ സംബന്ധിച്ചിടത്തോളം പോലീസുകാരൻ വരാഞ്ഞിട്ടാ ബേജാറ്. എന്തിനാ ഖബറിനെ പേടിക്കണ്? നമ്മൾ നേരായ വഴിക്കാണെങ്കിൽ, നമ്മൾ നേരായ വഴിക്ക് പോയാൽ ഒരു ഖബറും ഇല്ല, ഒന്നുമില്ല. എന്ത് ഖബറ്? ഇമ്മ മൻസിലത്തും മനാസിലിൽ ജന്ന അല്ലേ? പറയും ഒന്നിരിക്കൽ അത് സ്വർഗ്ഗത്തിൽ. മനസ്സിലായില്ലേ? ഇമ്മ റൗളത്തും മിൻ ദിയാദിൽ ജന്ന ഹുഫറത്തും മിൻ ഹുഫറിൻ നാർ എന്നല്ലേ ഹബീബായ നബി പറഞ്ഞു. സ്വർഗ്ഗ പൂന്തോപ്പാണ് എന്ത്? സ്വർഗ്ഗ പൂന്തോപ്പാണ് എന്ത്? ഖബർ എന്ന് പറഞ്ഞില്ലേ? ഈ അതിന് മാത്രം ആ നിരക്ക് ജീവിച്ചാൽ എന്തിനാ ബേജാറാണ്? മനസ്സിലായില്ലേ? അവിടെ നിനക്ക് എന്താ ഉള്ളത്? അൽ ഖബറു ഇമ്മ റൗളത്തും മിൻ റിയാദിൽ ജന്ന ഔ ഹുഫറത്തും മിൻ ഹുഫറിൻ നാർ, അല്ലെങ്കിൽ നരകത്തിന്റെ കുഴിയാണ്. നേരായ നിലക്ക് ജീവിക്കുകയാണെങ്കിൽ എന്തിനാ ഖബറിനെ പേടിക്കണ്? സ്വർഗത്തേക്ക് പോകണം, പേടിക്കണം. സ്വിറ്റ്സർലാൻഡിലേക്ക് കളി കാണാൻ വേണ്ടി, തമാശയും കളിയും കാണാൻ വേണ്ടി പോകുന്ന ആരെങ്കിലും പൊട്ടിക്കരഞ്ഞു പോകലുണ്ടോ? പറയും മനുഷ്യന്മാരെ, എന്നതുപോലെയല്ലേ അത്? അല്ലാഹു തആല നമുക്ക് ബോധം തരട്ടെ. ബാക്കി അടുത്ത ക്ലാസ്സിൽ പറയും. ഇന്നല്ലാഹ ഇസ്തഫ ആദം. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءنا أعداءك أعداء الدين وأعل كلمتك إلى يوم الدين. ربنا പടച്ചോനെ ഞങ്ങളെ നീ എല്ലാ നിലക്കും രക്ഷപ്പെടുത്തി തരണമേ റബ്ബേ.
ഈ വാക്കുകൾക്ക് അതീതമായി നിനക്ക് വഴിപ്പെടുന്ന ഒരു മനസ്സ് ഞങ്ങൾക്ക് നൽകണമേ റബ്ബേ. ഈ പാഠം ഈ ബവ്വാബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഴിപ്പെട്ട് ആ ബാബിലൂടെ നിന്റെ ഹളറത്തുൽ ഖുദ്സിയിലേക്ക് ഞങ്ങളെ നീ പ്രവേശിപ്പിക്കണമേ റബ്ബേ. റബ്ബന ഞങ്ങളെ ഉമ്മക്കും ഉപ്പക്കൊക്കെ പുറത്തു കൊടുക്കണമേ റബ്ബേ. അവരിലാരെങ്കിലും അദാബിലുണ്ടെങ്കിൽ അദാബിനെ ഉയർത്തി കൊടുക്കണമേ റബ്ബേ.